ഓക്കെ. നമുക്കിന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ രണ്ടാമത്തെ സെഷനിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ അത്ര കൂടുതലൊന്നുമല്ല പഠിപ്പിച്ചിട്ടുള്ളത്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ബ്ലൂംസ് ടാക്സോണമിയാണ്. എന്തായാലും പരീക്ഷയ്ക്ക് വരാനുള്ളതാണ് റിപ്പീറ്റേറ്റീവ് ആയിട്ട്. ഒന്ന് ഇതിലത്തെ 3 ഡൊമൈനും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം ഒന്നും കൂടി. നെറ്റ് എക്സാമിനൊക്കെ എന്തായാലും വരാറുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സോറി നമ്മളിന്ന് രണ്ടാമത്തെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാഗ്നേസ് ലേണിംഗ് തിയറി. ഇപ്പോ ഗാഗ്നെ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ് ആര്? ഗാഗ്നെ. അപ്പൊ ഈ ഗാഗ്നെ ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗാഗ്നെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്നത് ഒറ്റയടിക്ക് ഉണ്ടാവുന്ന ഒരു സിംഗിൾ പ്രോസസ് അല്ല. പകരം എങ്ങനെയാ അത്? സിംഗിൾ പ്രോസസ് അല്ല, പകരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേജിലൂടെ കടന്നുപോയിട്ട്, അല്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റേജിലൂടെ കടന്നുപോയിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്, ശരിയല്ലേ? നമ്മൾ ഒറ്റയടിക്കല്ലല്ലോ എല്ലാം പഠിച്ചെടുക്കുന്നത്. ഓരോ സ്റ്റേജിലൂടെ കടന്നുപോയിട്ടല്ലേ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഗാഗ്നെ എന്താ പറഞ്ഞത്? ലേണിംഗ് ഈസ് നോട്ട് വൺ സിംഗിൾ പ്രോസസ് ബട്ട് ഹാപ്പൻസ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് സ്റ്റേജസ്. ഗാഗ്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. അതാണ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. ഇമ്പോർട്ടന്റ് ആണ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. PYQ ആയിട്ട് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഗാഗ്നയുടെ തിയറിനെ നമ്മൾ എന്ത് പറയും? ഗാഗ്നേസ് ലേണിംഗ് തിയറി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് തിയറി. സെയിം പേര് തന്നെയാണ്, പ്രോബ്ലം സോൾവിംഗ് തിയറി, ഒരേ തിയറിയാണ്. അതിനെ എന്തും കൂടിയും പറയാറുണ്ട് ലേണിംഗ് ഹൈറാർക്കി തിയറി. ഹൈറാർക്കി അറിയില്ലേ? നമ്മൾ ഈ കൂടി വരുന്ന രീതിയാണ് എന്ത് പറയുന്നത്? ഹൈറാർക്കി. ഒരു പിരമിഡിന്റെ ഒക്കെ പോലുള്ള സ്ട്രക്ചറിനാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ 8 ലെവലായിട്ടാണ് ആര് തിരിച്ചിട്ടുള്ളത്? ഗാഗ്നെ തിരിച്ചിട്ടുള്ളത് 8 ലെവൽ. ഓക്കെ, ആ 8 ലെവലാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ. അപ്പോ ഈ 8 ലെവലിനെ ഈ 8 ലെവലിനെ 4 ലെവൽ എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിലത്തെ ആദ്യത്തെ 4 ലെവലിനെ നമ്മൾ എന്ത് പറയും? ബിഹേവിയറൽ ആസ്പെക്ട്സ്. ആ കുട്ടിയുടെ പെരുമാറ്റത്തിന് ഉണ്ടാവുന്ന ആസ്പെക്റ്റുകൾ വളരുന്ന സമയമാണ് എന്ത്? ആദ്യത്തെ 4 ലെവല്. ഏതൊക്കെയാണ്? ബിഹേവിയറൽ ആസ്പെക്ട്സ്. എന്നാൽ അടുത്ത 4 ലെവലോ എന്തായിരിക്കും ഉണ്ടാവുക? കുട്ടിയുടെ കൊഗ്നിറ്റീവ് ആസ്പെക്ട് ആട്ടോ. കൊഗ്നിറ്റീവ് ആസ്പെക്ട്സ് വളരുന്ന കാലഘട്ടത്തിനാണ് എന്ത്? അടുത്ത 4 പറയുന്നത്. അപ്പൊ ആദ്യത്തെ 4 ബിഹേവിയറൽ ആസ്പെക്റ്റും അടുത്ത 4 കൊഗ്നിറ്റീവ് ആസ്പെക്റ്റും ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ അതിൽ ആദ്യത്തെ ലെവലാണ് എന്ത്? സിഗ്നൽ ലേണിംഗ്. ആദ്യത്തെ ലെവൽ എന്താ? സിഗ്നൽ ലേണിംഗ്. അതാണ് എന്ത്? ലോവസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ് എന്ത്? സിഗ്നൽ ലേണിംഗ്. രണ്ടാമത് വരുന്ന ലെവലാണ് എന്ത്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. മൂന്നാമത് വരുന്നതാണ് എന്ത്? ചെയിനിങ്. നാലാമത് വെർബൽ അസോസിയേഷൻ. അഞ്ചാമത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്. ഏറ്റവും ടോപ്പിൽ വരുന്ന, ഏറ്റവും ഹയർ ഓർഡറിൽ വരുന്നതാണ് എന്ത്? പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്. അപ്പൊ നമ്മളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോ ഒന്നാമത്തേത് സിഗ്നൽ ലേണിംഗ്. ഓക്കെ, എന്താ സിഗ്നൽ ലേണിംഗ്? പേരിൽ നിന്നില്ലേ സിഗ്നൽ? ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന തന്നെ സിഗ്നൽ. നമ്മള് വണ്ടി ഓടിച്ചു പോവുകയാണ് വിചാരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ഒരു ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് കണ്ടു? പെട്ടെന്ന് ഒരു ചുവപ്പ് സിഗ്നൽ കത്തുന്നത് കണ്ടു. അപ്പൊ ചുവപ്പ് സിഗ്നൽ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വണ്ടി സ്പീഡ് കുറച്ച് വണ്ടി നിർത്തണം എന്ന് മനസ്സിലായി, അല്ലേ? ഒരു സിഗ്നൽ കണ്ടപ്പോ എന്ത് മനസ്സിലായി? വണ്ടി സ്പീഡ് കുറച്ച് നിർത്തണം എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്താണ് അത് മനസ്സിലാക്കുന്നത്? ഒരു സിഗ്നലിൽ നിന്ന് നമ്മളത് പഠിക്കുകയാണ്. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ കുട്ടിക്കാലത്ത്, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോ എന്താണ്? നമ്മൾ വീട്ടിലിരിക്കുകയാണ് വെക്കേഷന്. അപ്പോ റോട്ടിൽ കൂടെ ഒരു സൗണ്ടുള്ള വണ്ടി പോവാണ്, ഒരു ബെല്ലടിക്കുന്ന സൗണ്ടുള്ള വണ്ടി ഇങ്ങനെ പോവാണ്, ടിൻ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? അത് ഐസ്ക്രീം വണ്ടിയാണ്, അതിൽ ഐസ്ക്രീം കിട്ടുമെന്ന് മനസ്സിലായി, അല്ലേ? അപ്പൊ എന്താണ്? ആ ബെല്ല് ഒരു സിഗ്നൽ അല്ലേ? ആ ബെല്ല് സിഗ്നൽ ആകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ സിഗ്നൽ കേൾക്കുമ്പോൾ ഐസ്ക്രീം വണ്ടി വരുന്നുണ്ട്, ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐസ്ക്രീം കിട്ടും. അല്ലെങ്കിൽ എന്താ, ചെറുതാകുമ്പോ നമ്മൾ കുട്ടികളായിരിക്കുമ്പോ നമ്മള് സ്കൂളൊക്കെ വിട്ട് വന്ന് അച്ഛന്റെ വണ്ടിയോ അല്ല അച്ഛൻ വരുന്ന ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അച്ഛൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടാവുന്ന പറഞ്ഞിട്ട് അച്ഛൻ വന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ എന്താണ്? വണ്ടിയുടെ സൗണ്ട് എന്താണത്? ഒരു സിഗ്നലാണ്, അല്ലേ? അച്ഛൻ വരുന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ് എന്ത്? ആ വണ്ടിയുടെ സൗണ്ട്. അല്ലെങ്കിൽ അമ്മ സ്കൂൾ വിട്ട് വന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ് എന്ത്? ആ വരുന്ന സൗണ്ട്. ഓക്കെ, അപ്പൊ ഈ സിഗ്നൽ ലേണിംഗ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു സിഗ്നൽ എന്ന് പഠിക്കുക. അപ്പൊ അത് ആരാ പറഞ്ഞ? ശരിക്കും
ആദ്യത്തേതായിട്ട്. അത് പാവ്ലോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? സിഗ്നൽ ലേണിംഗ് വരുന്നത്. എന്ത് തിയറിയുടെ? പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതാ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഇത് ആരാ പ്രപ്പോസ് ചെയ്തത്? പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? സിഗ്നൽ വരുന്നത്. അപ്പോ ഈ പാവ്ലോവ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാവ്ലോവ് ഒരു നായേനെ വാങ്ങി. കഥയായിട്ട് പറയാണ്, ശരിക്കും കുറച്ച് ക്രൂവലായിട്ടുള്ള എക്സ്പെരിമെന്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പാവ്ലോവ് എന്ത് ചെയ്തു? പാവ്ലോവ് ഒരു നായനെ വാങ്ങി. ആ നായനെ ഒരു എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യാണ്. അപ്പോ എക്സ്പെരിമെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നായയുടെ മുന്നില് പട്ടിയുടെ മുന്നില് ഭക്ഷണം വെക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും പാവ്ലോവ്? ഒരു മണി അടിക്കും, ഒരു ബെല്ലടിക്കും. ആ ബെല്ല് പ്രസ് ചെയ്തിട്ട് ബെല്ല് പ്രസ് ചെയ്തതിനു ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ പാവ്ലോവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കും. അപ്പോ ബെല്ല് പ്രസ് ചെയ്യുന്നു, അതിനുശേഷം ഫുഡ് കിട്ടുന്നു. അപ്പൊ ഈ നായക്കുട്ടികൾക്ക് എന്ത് മനസ്സിലായി? ബെല്ലിന്റെ സൗണ്ട് കേട്ടതിന് ശേഷമാണ് എന്ത് ഫുഡ് കിട്ടുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ 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 കുറച്ച് കാലം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ ശേഷം പാവ്ലോവ് എന്ത് ചെയ്യാണ്? ഫുഡ് കൊടുക്കുന്നില്ല, വെറുതെ ബെല്ല് പ്രസ് ചെയ്യുന്നു. അപ്പൊ ബെല്ല് പ്രസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഫുഡ് കിട്ടുന്നുള്ളതിന്റെ ഒരു ത്വര കാരണം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, സ്റ്റിമുലി കാരണം നമുക്ക് എന്ത് ചെയ്യാണ്? ഈ നായക്കുട്ടികളുടെ വായിന്ന് ഉമിനീര് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് എന്ത് മനസ്സിലായത്? പാവ്ലോവിന് അനിമൽസ് കുഡ് ലേൺ ടു അസോസിയേറ്റ് എ ന്യൂട്രൽ സ്റ്റിമുലസ് ടു ബയോളജിക്കൽ സ്റ്റിമുലസ്. ഒരു ന്യൂട്രൽ സ്റ്റിമുലസും ബയോളജിക്കൽ സ്റ്റിമുലസും തമ്മിൽ അസോസിയേറ്റ് ചെയ്യാൻ അനിമൽസിന് പറ്റുന്ന ആര് പഠിക്കുകയാണ്? പാവ്ലോവ് പഠിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സിഗ്നൽ ലേണിംഗും. അച്ഛന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുകയാണ്? കുട്ടിക്ക് എന്ത് മനസ്സിലാവുകയാണ്? അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ സിഗ്നൽ ചിത്രം കാണിച്ച പോലെ പാവ്ലോവ് എന്ത് ചെയ്തു? ഈ നായയുടെ ഉമിനീർ ഗ്രന്ഥിയിലോട്ട് ഇത് കണക്ട് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. അത് കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അതിന്ന് ഈ സലൈവ ശേഖരിച്ചിട്ട് ബെല്ലടിക്കുമ്പോൾ ഉണ്ടാവുന്ന സലൈവ, ആദ്യം ഫുഡ് കൊടുക്കുന്നു, പിന്നെ ഫുഡ് കൊടുക്കാതെ ബെല്ലടിക്കുന്നു. അപ്പോഴൊക്കെ എന്തായി? ഓരോ ഭാഗം സലൈവ, ഉമിനീർ ഗ്രന്ഥി എന്നുള്ള സലൈവ ശേഖരിച്ചിട്ട് പാവ്ലോവ് പഠിക്കുകയാണ്. എന്ത് പഠിച്ചു? എന്താ പഠിച്ചത്? ന്യൂട്രൽ സ്റ്റിമുലസും ബയോളജിക്കൽ സ്റ്റിമുലസും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പാവ്ലോവ് പഠിക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് എന്ത്? പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അതൊരു നായ്ക്കളുടെ മേലിലാണ് എക്സ്പെരിമെന്റ് പാവ്ലോവ് നടത്തിയത്. അപ്പോ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അഥവാ സിഗ്നൽ ലേണിംഗിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഏറ്റവും ലോവസ്റ്റ് ലേണിംഗ് ആണ് എന്ത്? സിഗ്നൽ ലേണിംഗ്. അപ്പോ ലേണർ എന്ത് ചെയ്യുന്നു? സിഗ്നലിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഈ ലോവസ്റ്റ് ലെവൽ ലേണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിഗ്നൽ ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് മാത്രമേ കുത്താൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെവലിൽ വരുന്നതാണ് എന്ത്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോ ഒരു സ്റ്റിമുലസ്, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ്, ഒരു പ്രേരണ. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രേരണ എന്ന് നമുക്ക് പറയാം. പ്രേരണ ഏകദേശം അതിന് ഭാഗം ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ്. ഓക്കെ, അപ്പോ ഈ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ശരിക്കും ഗാഗ്നെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ തോൺഡ്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്. സ്പെല്ലിങ് തോൺഡൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് പ്രപ്പോസ് ചെയ്തതാണ് എന്ത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് വരുന്നത്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് അഥവാ SR ലേണിംഗ്. ഓക്കെ, ഇപ്പൊ ഈ തോൺഡൈക്ക് ചെയ്തതിന്റെ എക്സ്പെരിമെന്റും വളരെ ഇതേപോലത്തെ ഫേമസ് ആണ്. നമ്മളുടെ തോൺഡൈക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പൂച്ചേനെ വാങ്ങിയിട്ട് ഈ പൂച്ചനെ എന്ത് ചെയ്തു? ആ പൂച്ചേനെ ഒരു പെട്ടിക്കുള്ളിൽ ഇട്ടു. പെട്ടിയുടെ പുറത്ത് എന്തുണ്ട്? ഒരു മീനുണ്ട്. ഓക്കെ, ഇവിടെ ഒരു മീനുണ്ട് വിചാരിച്ചോ. പൂച്ചയ്ക്ക് എന്താണ് അത് മനസ്സിലായത്? ഇവിടെ ഒരു മീൻ വെച്ചിട്ടുണ്ട്. മീൻ വെച്ചിട്ടുണ്ടെന്ന് പൂച്ചയ്ക്ക് മനസ്സിലായി. അപ്പൊ പൂച്ചയ്ക്ക് ഈ പെട്ടി തുറക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളില് ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൂച്ചയ്ക്ക് പെട്ടി തുറക്കാൻ പറ്റുള്ളൂ. ഒരു സ്വിച്ച് ആണെന്ന് വിചാരിച്ചോ, ആ സ്വിച്ച് അമർത്തിയാൽ മാത്രമേ പൂച്ചയ്ക്ക് പെട്ടി തുറക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൂച്ചയ്ക്ക് ഈ മീന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മീൻ എന്തായിട്ട് ആക്ട് ആക്കി? ഒരു സ്റ്റിമുലി ആയിട്ടാണ് ആക്ട് ആവുന്നത്. സ്റ്റിമുലി ആയിട്ട് മീൻ ആക്ട് ആവുന്നു. അപ്പോ ഈ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് പൂച്ച ആദ്യം എന്തൊക്കെ ചെയ്യും? തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പല ഭാഗത്തും ചവിട്ടി ഏറ്റവും അവസാനം അറിയാണ്ടേ അതാണത് എന്ത്? ആക്സിഡന്റലി എന്ത് ചെയ്യും? ആ ബട്ടണിൽ പൂച്ച ചവിട്ടും. പൂച്ച ചവിട്ടിയപ്പോ എന്തായി? പെട്ടി തുറന്നപ്പോ പൂച്ചയ്ക്ക് എന്ത് കിട്ടി? മീൻ കിട്ടി. വീണ്ടും തോണ്ടേക്ക് എന്ത് ചെയ്തു? പൂച്ചേനെ പെട്ടിയിലിട്ടു.
പെട്ടിയിലിട്ട് വീണ്ടും പുറത്ത് മീൻ വെച്ചു. മീൻ വെച്ചപ്പോ എന്താണ് ഇത്തവണ അതേപോലെ തന്നെ പൂച്ച വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അറിയാണ്ട് വീണ്ടും ചവിട്ടി. അങ്ങനെ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ പൂച്ചയ്ക്ക് എന്ത് മനസ്സിലാവാൻ തുടങ്ങി? ഈ ബട്ടണിൽ ചവിട്ടിയാലാണ് ഈ പെട്ടി തുറന്നു വരുന്നതെന്ന് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലായപ്പോ എന്ത് ചെയ്തു? പൂച്ച പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഈ ഗ്രാഫ് കണ്ടോ? ഈ ഗ്രാഫില് കണ്ടാൽ മനസ്സിലാവും ആദ്യമൊക്കെ എന്താണ് അതിന്റെ ഗ്രാഫ് ടൈം എടുക്കുന്ന അതിന്റെ ട്രയൽസിന്റെ കൂടി വരികയാണ്. ടൈം റിക്വേർഡ് ടു എസ്കേപ്പ്. പിന്നെ മെല്ലെ കുറഞ്ഞു വന്നു. ഇതാണ് എന്ത് തോണ്ടേക്ക് ചെയ്തിട്ടുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ലേ? കുറെ ട്രയലിനും എററിനും ശേഷം ആക്സിഡന്റലി നമ്മൾ എന്ത് ചെയ്യുന്നു? പൂച്ച എന്ത് ചെയ്യുന്നു? അത് സക്സസ് ആവുന്നു. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? മേക്കിംഗ് സ്പെസിഫിക് റെസ്പോൺസ് ടു സ്പെസിഫിക് സ്റ്റിമുലി. ഒരു സ്പെസിഫിക് റെസ്പോൺസ് എന്തിനു കൊടുക്കുകയാണ്? സ്പെസിഫിക് സ്റ്റിമുലിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇവിടുത്തെ സ്റ്റിമുലി എന്തായിരുന്നു? നമ്മളുടെ മീന്. റെസ്പോൺസ് എന്താണ്? ആ ബട്ടണിൽ ചവിട്ടാൻ പൂച്ച നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി മൂന്നാമത് വരുന്നതാണ് എന്ത്? നമ്മളുടെ ചെയിനിങ്. ചെയിനിങ് പ്രപ്പോസ് ചെയ്ത് ശരിക്കും സ്കിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആട്ടോ. സ്കിന്നറിന്റെ ഒരു തിയറിയിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ത്? ചെയിനിങ്. സ്കിന്നറിന്റെ മറ്റേ ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിങ്ങില് വരുന്നൊരു കൺസെപ്റ്റ് ആണ് ശരിക്കും ചെയിനിങ്. ചെയിനിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു എക്സാമ്പിളിലൂടെ പറയാം നമുക്ക്. ഒരു ചെയിൻ പോലെ തന്നെ. അതായത് നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഡ്രസ്സ് ഇടാനുണ്ട്. അപ്പൊ ആരാ നമുക്ക് ഡ്രസ്സ് ഇട്ട് തരിക? കുട്ടിക്ക് അമ്മ കുട്ടിക്ക് എന്ത് ചെയ്യും? ഡ്രസ്സ് ഇട്ട് കൊടുക്കല്ലേ ചെയ്യുക? അതെ. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മളെടുത്ത് ഡ്രസ്സ് ഇടുകയാണോ ചെയ്യുക? അല്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? അമ്മ ഫുള്ള് ഡ്രസ്സ് ഇട്ടിട്ട് തരും. നമ്മൾ അമ്മേനെ ഫുള്ള് ബട്ടൺസ് ഇട്ട് തരും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി? ലാസ്റ്റത്തെ ഒരു ബട്ടൺ, ഈ ബട്ടൺ എന്ത് ചെയ്യുക? മോനിട്ടോ പറയും. ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? കൈയിന്തൊക്കെ അമ്മ ഇട്ടുന്നുണ്ട്. ബട്ടൺ മൊത്തം എന്ത് ചെയ്യാം? കുട്ടിക്ക് ഇടാന്ന് പറയാം. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു? ബട്ടൺ മൊത്തം ഇടാൻ പഠിച്ചു. പിന്നെ എന്ത് ചെയ്തു? കുട്ടി ഒരു കൈ ഇടാൻ പഠിച്ചു. പിന്നെ 2 കൈ ഇടാൻ പഠിച്ചു. കുട്ടി സ്വന്തമായിട്ട് ഷർട്ട് ഇടാൻ പഠിച്ചു. അപ്പൊ എന്താ അവിടെ ഉണ്ടാവുന്ന? ലിങ്കിങ് സെവറൽ റെസ്പോൺസസ് ഇൻ ടു എ സീക്വൻസ്. ഓക്കെ. ആദ്യത്തെ ബട്ടൺ ഇട്ടത് ഒരു റെസ്പോൺസ്, രണ്ടാമത്തെ ബട്ടൺ മാത്രം ഇട്ടത് റെസ്പോൺസ്, ബട്ടൺ മൊത്തം ഇട്ടത് എന്തായി? ഒരു റെസ്പോൺസ്, കൈയും കാലും ഇടാൻ പഠിച്ച എന്തായി? ഒരു റെസ്പോൺസ്. അങ്ങനെയുള്ള കുറെ റെസ്പോൺസുകൾ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചിട്ട് ഒരു ചെയിൻ ആക്കി മാറ്റുന്നതാണ് എന്ത്? ചെയിനിങ് ലേണിംഗ്. മനസ്സിലായില്ലേ? അതാണ് എന്ത്? ചെയിനിങ് ലേണിംഗ്. ഇനി അടുത്ത വരുന്നത്, നാലാമത് വരുന്നത് എന്താ? വെർബൽ അസോസിയേഷൻ ലേണിംഗ്. ഇതേപോലെ തന്നെ ചെയിനിങ് ലേണിംഗ് പോലെ തന്നെ, പക്ഷെ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത് നമ്മൾ വെർബൽ യൂണിറ്റ്സിനെയാണ് കണക്ട് ചെയ്യുന്നത്. എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? വെർബൽ യൂണിറ്റ്സ്, അതായത് നമ്മൾ സംസാരിക്കുന്ന യൂണിറ്റ്. അപ്പോ ഒരു എക്സാമ്പിൾ, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മുടെ ടീച്ചർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ത്? ട്വിങ്കിൾ ടിങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്താണെന്ന് അർത്ഥം മനസ്സിലാവാതെ തിരിച്ചെന്ത് പറയും? ലിറ്റിൽ സ്റ്റാർ എന്ന് പറയും, ഇല്ലേ? ലിറ്റിൽ സ്റ്റാർ. അപ്പൊ എന്താ ടിങ്കിൾ ടിങ്കിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? തിരിച്ച് ഒരു ലിറ്റിൽ സ്റ്റാർ എന്നുള്ളൊരു തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കണം എന്ന് മനസ്സിലായി. വെർബൽ അസോസിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 1947 ഓഗസ്റ്റ് 15. ചെറിയ കുട്ടിക്ക് ഇത് മനസ്സിലായിട്ടൊന്നും അല്ല പറയുന്നത്. അല്ലച്ചാൽ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം അല്ലേ? അത് മനസ്സിലായിട്ടാണോ ചെറിയ കുട്ടി പറയുന്നത്? എന്താണ് തലസ്ഥാനം, എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായിട്ടൊന്നും അല്ല കുട്ടി പറയുന്നത്. പകരം ഒരു വെർബൽ അസോസിയേഷൻ ലേണിംഗ് ആണ് എന്ത് നടക്കുന്നത്? അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ? ഇനി അടുത്തത് വരുന്നത് ഏതാ? അഞ്ചാമത് വരുന്നതാണ് എന്ത്? ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്ക്രിമിനേഷൻ ചെയ്യാം. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് കാണാം. അപ്പൊ എന്തിനെ വേർതിരിച്ച് കാണുന്ന? കുട്ടി കാണുന്ന സാധനങ്ങളെ വേർതിരിച്ച് കാണുന്നു. അപ്പൊ എന്താ കുട്ടി കാണുന്ന? ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടിക്ക് അവിടെ എന്തുണ്ടതാ? ഇവിടെ എക്സാമ്പിൾ പറയുന്ന പോലെ ഒരു വട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു വൃത്തമുണ്ട്, ഒരു ചതുരമുണ്ട്, സമചതുരമുണ്ട്, ത്രികോണമുണ്ട്. അപ്പൊ കുട്ടിക്ക് എന്ത് മനസ്സിലാവുകയാണ്? ഇത് ഒരു സമചതുരമാണ്, അത് സമചതുരത്തിന്റെ കള്ളിയിലോട്ടാണ് പോകേണ്ടത് മനസ്സിലായി. ഇതൊരു വൃത്തമാണ്, അത് വൃത്തത്തിന്റെ കള്ളിയിലോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലായി. ഇത് ഒരു ത്രികോണമാണ്, ത്രികോണത്തിന്റെ കള്ളിയിലോട്ടാണ് പോകേണ്ടത് മനസ്സിലായി. അപ്പൊ എന്താണ്? ഓരോ ജോമെട്രിക്കൽ ഫിഗേഴ്സിനെ അല്ലച്ചാൽ ഓരോ കാര്യങ്ങളെ കുട്ടിക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് സ്റ്റിമുലി. ഓരോ സ്റ്റിമുലിക്ക് അനുസരിച്ച് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്? ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതായത് ഇപ്പോ ചുവന്ന പന്തുണ്ട്, വെള്ളപ്പന്തുണ്ട്, വെള്ളപ്പന്ത് ഈ ഒരു ബോക്സിലാണുള്ളത്, ചുവന്ന പന്ത് വേറൊരു ബോക്സിലാണുള്ളത്, കുട്ടിക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ. ഇനി ആറാമത് വരുന്നതാണ് എന്ത്? കൺസെപ്റ്റ് ലേണിംഗ്. എന്താ?
അപ്പൊ നേരത്തെ കുട്ടി എന്തേ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഇതൊരു ത്രികോണമാണെന്ന് മാത്രം മനസ്സിലായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു വട്ടമാണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. കുട്ടിക്ക് എന്തൊന്നും മനസ്സിലായിട്ടില്ല, അതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലായിട്ടില്ല. അതായത് ത്രികോണത്തിന്റെ 3 ആംഗിളുകൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് വരിക. ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ബി എച്ച് ആണ് ഇക്വേഷൻ. ഇത് വട്ടത്തിന്റെ റേഡിയസ് ആണ്, ഇത് ഡയമീറ്റർ ആണ്, 2πr ആണ് ഇതിന്റെ ചുറ്റളവ്. ഇതുള്ളതൊന്നും കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് എന്താണെന്ന് മാത്രം നേരത്തെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ മാത്രമേ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഈ കൺസെപ്റ്റ് ലേണിംഗിന്റെ ഭാഗത്തുമ്പോഴേക്കും കുട്ടി എന്ത് മനസ്സിലാക്കി, ഇത് 180 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി, അതിന്റെ കുറെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി, ഹൈറ്റ്, സൈസ്, ഷേപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കൺസെപ്റ്റ് ലേണിംഗ് ഉണ്ടാവുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്ട് ഓൺ ദ ബേസിസ് ഓഫ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കളർ, സൈസ്, ഹൈറ്റ് ആൻഡ് ഷേപ്പ്. അല്ലേ? ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇനി കുട്ടി എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ട് പ്രിൻസിപ്പിൾസ് അഥവാ പ്രിൻസിപ്പിളുകള്, റൂള്, ലേണിംഗ് എന്ന സാധനങ്ങളൊക്കെ പഠിക്കുകയാണ്. അതായത് കുട്ടിയുടേതായിട്ടുള്ള ഓരോ റൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ലാസ്റ്റ് വരുന്നതാണ് എന്ത്, പ്രോബ്ലം സോൾവിങ് ലേണിംഗ്. ഈ ഉണ്ടാക്കിയ റൂളുകൾ വെച്ചിട്ടും കുട്ടിക്ക് ഉണ്ടായിരുന്ന കൺസെപ്റ്റുകൾ വെച്ചിട്ടും കുട്ടി എന്ത് ചെയ്യാണ്, പുതിയ പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോവുകയാണ്. കുട്ടിയുടെ അടുത്ത് എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, കുട്ടിയുടെ അടുത്ത് ഒരു റൂൾ ഉണ്ട്, എന്താണ്, a+b² ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി പുതിയ പുതിയ ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടാക്കുകയാണ്. അതാണ് എന്ത്, ലാസ്റ്റ് വരുന്ന പ്രോബ്ലം സോൾവിങ്. പുതിയ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു, അപ്പൊ 5+3² എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലച്ചപ്പോ 45² - 37² ചോദിച്ചു. കുട്ടിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 45² 37² കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് a² - b² ആണെന്നുള്ള സാധനം അപ്ലൈ ചെയ്തിട്ട് a+b × a - b ചെയ്താൽ മതി എന്ന് കുട്ടിക്ക് മനസ്സിലായി. 45 37 കുട്ടി കൂട്ടുന്നു, 45 37 കുട്ടി കുറച്ച് തമ്മിൽ ഗുണിച്ചാലും മതി. അല്ലേ? ഇതാണ് എന്ത്, ഗാഗ്നേഴ്സ് ലേണിംഗ് തിയറിയിൽ വരുന്ന 7 ലെവലുകൾ. ഓക്കെ, ലെവലുകളൊക്കെ ഓർമ്മ ഉണ്ടാവണം. ഓരോ ലെവലുകളിലും ഇമ്പോർട്ടൻസ് ഏതാണെന്ന് മനസ്സിലാക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലോവസ്റ്റ് ലെവലായിട്ടുള്ള സിഗ്നൽ ലേണിംഗ്, അതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് വരണതാണ് എന്ത്, മാക്സിംസ് ഓഫ് ടീച്ചിങ്. അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡിലോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കാനുള്ള രീതിയിലല്ല ഇമ്പോർട്ടന്റ്, നിങ്ങൾ പാലിക്കാനുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഈ മാക്സിമം ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ടിപ്സ് ഫോർ ടീച്ചേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താണ് മാക്സിംസ് ഓഫ് ലേണിംഗ് ടീച്ചിങ്? Maxims of teaching are general principles or rules which guide teachers in organizing and presenting knowledge effectively. ഒരു എഫക്റ്റീവ് വേയിൽ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ്, അതാണ് എന്ത്, മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാ നോക്കാം. അപ്പോ ആദ്യം വരണ എന്താ, നോൺ ടു അൺനോൺ. എന്താ, അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്. അല്ലേ? നമ്മൾ എങ്ങനെ പഠിപ്പിക്കേണ്ടത്, അറിയുന്നതെന്ന് അറിയാത്തതൊക്കെ തന്നെയല്ലേ പഠിപ്പിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും, പിന്നെ അതിന് അറിയാത്ത കാര്യങ്ങൾ, പുതിയ നോളജിലോട്ട് പോകും. അപ്പൊ ഇത് ആരെ ശരിക്കും പ്രപ്പോസ് ചെയ്തത്, നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രൂണർ ആണ് ശരിക്കും എന്ത്, ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ബ്രൂണേഴ്സിന്റെ സ്പൈറൽ കരിക്കുലം. ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്താ സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ, ഇങ്ങനെ ചെറുതായി വരുന്നു, അല്ലേ? ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഈ അടിയിൽ ഭാഗത്ത് എന്താണ്, കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ. ഈ അറിയുന്ന കാര്യങ്ങൾ ഒന്നും കൂടിയും വരുമ്പോൾ വീണ്ടും കൂട്ടിമുട്ടുന്നു, ഇവിടെ വീണ്ടും ഒന്നുകൂടിയും കൂട്ടിമുട്ടുന്നു, വീണ്ടും ഇവിടെ കൂട്ടിമുട്ടുന്നു. അങ്ങനെ അങ്ങനെ എന്താണ്, ഇത് വലുതായി വരിക. കുട്ടിക്ക് ആദ്യം എന്തറിയാം, 1+1 അറിയാം. 1ാം ക്ലാസ്സിൽ പഠിച്ചു, 2 ആണെന്ന് മനസ്സിലായി. കുട്ടി 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എന്ത് പഠിച്ചു, 1+1 പഠിച്ചു. അതിന്റെ ഒപ്പം എന്ത് ചെയ്യാണ്, 10+12 കൂടി പഠിക്കുകയാണ്, 22. സംഭവം രണ്ടും എന്തേ ഉള്ളൂ, കൂട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ മുന്നേ പഠിച്ച സാധനങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി വ്യക്തമായിട്ട് പഠിക്കുന്നു. അഥവാ I+1 മെത്തേഡ് എന്ന് പറയും. I+1 മെത്തേഡ്. I+1 മെത്തേഡ് എന്താ, I എന്നുള്ളത് കുട്ടിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളേജ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു +1 കൂടി ആഡ് ചെയ്യാണ്. I+1 പുതിയൊരു നോളജ് കൂടി ആഡ് ചെയ്യാണ്. ഈ ബ്രൂണേഴ്സിന്റെ സ്പൈറൽ കരിക്കുലാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്നത്, NCF 2005 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ജെറോം ബ്രൂണറാണ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മറക്കരുത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സാധനം തുടങ്ങിയിട്ട്, അതായത് ബേസിക് ആയിട്ട് അഥവാ കോൺക്രീറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ തുടങ്ങിയിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളിലോട്ട്
പഠിച്ചു പോകുന്നതിനാണ് എന്ത് പറയുന്നത്, സ്പൈറൽ കരിക്കുലം അഥവാ നോൺ ടു അൺനോൺ, അതായത് പ്രയർ നോളജ് ടു ന്യൂ നോളജ്. ബേസിക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ബേസിക്കലി മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. ഇനി രണ്ടാമത് വരുന്നത് എന്താ, സിമ്പിൾ ടു കോംപ്ലക്സ്. കുട്ടിയുടെ ആദ്യം തന്നെ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കാൻ പോകുന്ന കുട്ടിയുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനോ അല്ലച്ചാല് ഡുവൽ പാർട്ടിക്കിൾ ഓഫ് നാച്ചറോ പറയാൻ പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്യണം, കുട്ടിക്ക് ഫിസിക്സിൽ ഒരു ബേസ് ഉണ്ടാക്കണം. എന്താണ് ഭൗതിക ശാസ്ത്രം എന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം ആദ്യം. അതിന് മുന്നേ ആറ്റത്തിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും കുട്ടിക്ക്, അല്ലെങ്കിൽ ന്യൂട്ടന്റെ നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ, എങ്ങനെയാണ് ന്യൂട്ടന്റെ നിയമം ഉണ്ടായത് എന്ന് പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടിക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലേ? അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി മൂന്നാമത് വരുന്നതാണ് എന്ത്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് എന്താ, നമുക്ക് ടാൻജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടാൻജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. ഓക്കെ, അതായത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടാൻജിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് തൊടാൻ പറ്റുന്ന സാധനങ്ങൾ, അല്ലേ? ടാൻജിബിൾ ആയിട്ടുള്ളത് അഥവാ റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ. അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പഠിപ്പിക്കും. അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കും കുട്ടിക്ക്. കുട്ടിക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ എന്താ പറയാന്ന് വെച്ചാൽ, ഞാൻ പറയാണ്, എനിക്ക് പഠിപ്പിക്കേണ്ടത് വൃത്തത്തിനെ കുറിച്ചിട്ടും വൃത്തത്തിന്റെ അല്ലെങ്കിൽ 1/4 അങ്ങനെ പറയുന്നതിനെ കുറിച്ച്, 3/4 എന്ന് പറയുന്ന റേഷണൽ സംഖ്യകളെ കുറിച്ചിട്ടാണ് പറയേണ്ടത് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് പറയാണ്, കുട്ടിക്ക് എന്തറിയാം, കേക്ക് അറിയാം. ഞാൻ പറയാണ്, എന്റെ കയ്യിലൊരു കേക്ക് ഉണ്ട്. ഓക്കെ, കുട്ടിക്ക് എന്തായി, കേക്ക് മനസ്സിൽ വന്നു. ഓക്കെ, ഞാൻ ആ കേക്കിന് എന്ത് ചെയ്തു, 4 പേർക്ക് 4 ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി മാറ്റി. അപ്പൊ കുട്ടിക്ക് എന്ത് മനസ്സിലായി, 4 കഷ്ണങ്ങളാക്കി മാറ്റി എന്ന് മനസ്സിലായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ കൂട്ടുകാരന് ഈ ആദ്യത്തെ കഷ്ണം കൊടുത്തു. അപ്പൊ ആദ്യത്തെ കഷ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി, 4 1 ഭാഗം ആ കൂട്ടുകാരന് കിട്ടി. ബാക്കി 3 ഭാഗം ഏതില്, 4 3 ഭാഗം ബാക്കിയുണ്ട്. അപ്പൊ കുട്ടിക്ക് എന്ത് കൺസെപ്റ്റ് മനസ്സിലായി, 1/4 എന്നും 3/4 എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതിനുശേഷം ഞാൻ എന്ത് പറയാണ്, ഒരു സർക്കിൾ കൺസെപ്റ്റ് ചെയ്യുക, അതിൽ ഞാൻ 4 ഈക്വൽ പാർട്ട് ആക്കി കഴിഞ്ഞാൽ ഒരു പാർട്ട് എത്രയാണ് ഉണ്ടാവുക, 1/4 അല്ലേ? അപ്പൊ എന്തായി, കോൺക്രീറ്റ് ആയിട്ടുള്ള തൊടാൻ പറ്റുന്ന എക്സാമ്പിളുകളിൽ നിന്ന് തൊടാൻ പറ്റുന്ന എക്സാമ്പിളിൽ നിന്ന് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ എന്ത് ചെയ്തു, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് എന്ത്, ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. അതാണ് എന്ത്, മൂന്നാമത്തെ മാക്സിമം ഓഫ് ടീച്ചിങ്. ഇനി നാലാമത്തെ മാക്സിമം ഓഫ് ടീച്ചിങ് എന്താണ്, ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം തുടങ്ങിയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലോട്ട് പറയുക. അതായത് ജനറൽ ആയിട്ടുള്ള ഒരു റൂൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അത് ഡിറൈവ് ചെയ്തെടുക്കുക. അതാണ് എന്ത്, പെർട്ടിക്കുലർ ടു ജനറൽ. എന്താ എക്സാമ്പിൾ നോക്കി നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാല്, എനിക്ക് പഠിപ്പിക്കേണ്ടത്, കുട്ടിയെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് എന്താ, ഈ മെറ്റൽസ് എല്ലാം സോളിഡ് ആണെന്നാണ് എനിക്ക് കുട്ടിയെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മെറ്റൽസിനെ കുറിച്ചിട്ട് പഠിപ്പിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്പെസിഫിക് ആയിട്ടൊരു എക്സാമ്പിൾ തുടങ്ങി. അപ്പൊ കുട്ടികൾക്ക് ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും ഇരുമ്പ് കണ്ടിട്ടില്ലേ, അയൺ കണ്ടിട്ടില്ലേ ചോദിക്കുക. ഓക്കെ, എന്തായി, അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റി, സോളിഡ് ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കുട്ടിക്ക്, അല്ലേ? അതെ. അതിനുശേഷം ഞാൻ എന്ത് പറഞ്ഞു, അടുത്ത എക്സാമ്പിൾ ആയിട്ട് എന്ത് പറഞ്ഞു, ഗോൾഡ് നിങ്ങളുടെ കയ്യിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ ചോദിക്കാം, അതെന്താണ്, സോളിഡ് ആണ്. ഇനി സിൽവർ ഞാൻ പറഞ്ഞു, അതെന്താണ്, സോളിഡ് ആണ്. അങ്ങനെ 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 കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ഞാൻ ജനറൽ ആയിട്ട് എന്ത് പറഞ്ഞു, ആൾ മെറ്റൽസ് ആർ സോളിഡ്. അപ്പൊ എന്തായി, ആൾ മെറ്റൽസ് ആർ സോളിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനറലൈസ്ഡ് ഒരു കാര്യത്തിലോട്ട് ഞാൻ ഓരോ എക്സാമ്പിൾ വഴി എത്തി. അതാണ് എന്ത്, പെർട്ടിക്കുലർ ടു ജനറൽ. മനസ്സിലായില്ലേ? എന്നധികം പറയാനുള്ളതൊന്നുമല്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ്, അനാലിസിസ് ടു സിന്തസിസ്. ഒരു കൺസെപ്റ്റിനെ, അതായത് എന്റെ കയ്യിൽ ഇപ്പൊ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു കൺസെപ്റ്റാ. ഈ കൺസെപ്റ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ ചെയ്യാണ്, ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി. ഈ കഷ്ണങ്ങളാക്കി മാറ്റുന്ന പേരാണ് എന്ത്, അനാലിസിസ്. ഓക്കെ, അനാലിസിസ് ചെയ്ത കഷ്ണങ്ങളെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരുമിച്ചിട്ട് വേറൊരു സെയിം കോൺസെപ്റ്റിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ബിൽഡ് ചെയ്തെടുക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, സിന്തസിസ്. ഓക്കെ, ഇതാണ് എന്ത്, അനാലിസിസും സിന്തസിസും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കൺസെപ്റ്റിനെ പാർട്ട് ചെയ്ത് മാറ്റുകയാണ്, ഓരോ പാർട്ടുകളായിട്ട് മാറ്റുകയാണ് വെച്ചാൽ എന്താണ് അനാലിസിസ്. അതിനെ വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സെറ്റ് ഓഫ് കൺസെപ്റ്റ് ആക്കി മാറ്റുകയാണ് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ സിന്തസിസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്തത് വരണതാണ് എന്ത്? ഇൻഡക്ഷൻ ടു ഡിഡക്ഷൻ. ഇൻഡക്ഷൻ നടത്തുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അതായത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളിൽ നിന്ന് നമ്മളൊരു റൂൾ ഉണ്ടാക്കുന്നു. എക്സാമ്പിളിൽ നിന്ന് ടു റൂള്, അതാണ് എന്താ ഇൻഡക്ഷൻ. എന്നാൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂളിൽ നിന്ന് ഞാൻ ഓരോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഓരോ കേസസ് ഉണ്ടാക്കുന്നു. അതാണ് എന്ത്? ഇൻഡക്ഷൻ ഡിഡക്ഷനും. ഓക്കെ, അതും മനസ്സിലാക്കാൻ പറ്റാവുന്ന തന്നെയല്ലേ ഉള്ളൂ, ഇത്ര വലിയൊരു കൺസെപ്റ്റ് ഒന്നും അല്ല. ഇനി അടുത്ത ഏഴാമത് വരെ എന്താണെന്ത്? വോൾ ടു പാർട്ട്. ഈ വോൾ ടു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഗസ്റ്റാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ സ്കൂൾ ഓഫ് ടീച്ചിങ് ആണ് ഗസ്റ്റാൾട്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഹോൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഗസ്റ്റാൾട്ടില് വരുന്ന ഒരു സെറ്റപ്പ് ആണല്ലേ. ഞാനിപ്പോ ഒരു ഇങ്ങനെ ഒന്ന് ഇവിടെ ഒരു കണ്ടോ, പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞ സംഭവം. അതായത് ഞാൻ 3 പാക്മാനെ പോലത്തെ 3 ഷേപ്പേ വരച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റും? അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ കാണാൻ പറ്റും. അത് അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്ത് ഗസ്റ്റാൾട്ടിൽ വരുന്നത്. അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതല്ല. പക്ഷെ വോൾ ടു പാർട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്താണ്? ഒരു സാധനത്തിന്റെ ഹോൾ ഐഡിയ മൊത്തം ആദ്യം പറയുക. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്ത് പറയണേ, ഒരു കാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കാറിന്റെ മൊത്തം ഒരു ഐഡിയ ഞാൻ പറയുന്നത്. കാർ എന്താണ്? സഞ്ചരിക്കാനുള്ള ഒരു സാധനമാണ്, വണ്ടിയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം? കാറിന്റെ ഓരോ ടയറിനെ കുറിച്ച്, എഞ്ചിനെ കുറിച്ചിട്ട്, അതിന്റെ സീറ്റിനെ കുറിച്ചിട്ട് അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് പറയുന്നു. അതാണ് എന്ത്? ഹോൾ ടു പാർട്ട്. അടുത്തത് എംപിരിക്കൽ ടു റേഷണൽ. എംപിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കുട്ടിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള മനസ്സിലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് റേഷണൽ ആയിട്ട്, അതായത് ലോജിക്കൽ റീസണിലൂടെ കുട്ടിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലോട്ട് പോകുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാം, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയാണ് വിചാരിക്കുക. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി, കുട്ടിയെ കുറിച്ച് നമുക്ക് എന്ത് പഠിപ്പിക്കണം? ഫോട്ടോസിന്തസിസ് ആണ് കുറിച്ചിട്ടാണ് പഠിപ്പിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഞാൻ എന്ത് പറയാണ്? നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് തണലുള്ള ഭാഗങ്ങളിലോട്ട് നോക്കി നോക്കുക, അല്ല ഇരുട്ടുള്ള ഭാഗങ്ങളിൽ നോക്കി നോക്കുക. അവിടെ എന്തുണ്ടാവില്ല? ചെടികൾ എന്ത് ചെയ്യില്ല? അധികം വളരുന്നുണ്ടാവില്ല, അല്ലേ? കാനലുള്ള ഭാഗങ്ങളിൽ എന്ത് ഉണ്ടാവില്ല? ചെടികള് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു വലിയൊരു മരത്തിന്റെ അടിയിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെടികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലേ? കുറെ വലിയ ചെടികളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് മനസ്സിലായി? ഇരുട്ടുള്ള ഭാഗത്ത് കുട്ടിക്ക് എന്ത്, ഈ ചെടികൾ അധികം വളരില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ ഒരു ഗുഹേന്റെ ഉള്ളിൽ അധികം ചെടികൾ ഉണ്ടാവില്ലല്ലോ. അതൊക്കെ കുട്ടിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളായിരിക്കാം. ഗുഹയുടെ ഉള്ളിൽ നിന്നുള്ളതല്ല, ഇരുണ്ട ഭാഗങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ കുട്ടി ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ത്? ഈ കാര്യങ്ങളൊക്കെ. അതിന് ഞാൻ എന്ത് പറഞ്ഞു? ഇനി വെയിലുള്ള ഭാഗങ്ങളിലോട്ടൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ വെയിലുള്ള ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നല്ല വെയിൽ കിട്ടുന്നിടത്ത് വലിയ വലിയ വൃക്ഷങ്ങൾ, അതേപോലെ നല്ല കൃഷിപ്പാടങ്ങൾ എല്ലാം കാണുന്നുണ്ട്. കൃഷിപ്പാടങ്ങളൊക്കെ നല്ല വിളഞ്ഞു കിടക്കുന്ന കൃഷിപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും, അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? വെയിലുള്ള ഭാഗത്ത് കൂടുതൽ ചെടികൾ ഉണ്ടാകുന്നു. അപ്പൊ ചെടികൾക്ക് എന്ത് വേണം? വെയിൽ വേണം. അപ്പൊ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ്? ചെടികൾക്ക് എനർജി കിട്ടുന്നത് എന്തിൽ നിന്നാണ്? വെയിലിൽ നിന്നാണ്. ആ പ്രക്രിയയാണ് എന്ത്? ഫോട്ടോ സിന്തസിസ്, അല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയാണെന്ത്? എംപിരിക്കൽ ആയിട്ടുള്ള, അതായത് കുട്ടിക്ക് ആൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യത്തിൽ നിന്നും കുട്ടിക്ക് റേഷണൽ തിങ്കിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിലൂടെ കണ്ടുപിടിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗങ്ങളിലോട്ട് എത്തുന്നതാണ് എന്ത്? എംപിരിക്കൽ ടു റേഷണൽ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. ആദ്യം എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട്, കുട്ടിയുടെ മെന്റൽ ലെവലിന് അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകണം. അതായത് ഒരു 10ാം ക്ലാസ്സിലത്തെ അല്ലെങ്കിൽ +1ത്തെ കുട്ടിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോൾ 10ാം ക്ലാസ്സിലത്തെ ലെവലിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലേ? അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം, പുതിയൊരു ടോപ്പിക് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ബേസിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കുട്ടിയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ കുട്ടിയുടെ ഒരു ഭൗതിക ലെവല് ആലോചിച്ചിട്ട് വേണം നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങേണ്ടത്. പിന്നെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഇപ്പൊ +1 ക്ലാസ് തുറന്നു വിചാരിച്ചോളൂ. ഇപ്പൊ 10ാം ക്ലാസ്സിലെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതിന് ശേഷം ആ ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കി, കുട്ടിയുടെ ലെവൽ മനസ്സിലാക്കാം. അവന് അത്ര കാര്യങ്ങളൊക്കെ അറിയാം, 10ാം ക്ലാസ്സിലത്തെ ബേസ് ഒക്കെ ഉണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായതിനു ശേഷം, ടീച്ചർക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി +1 ലെവലിലത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അതാണ് എന്ത്? സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. കുട്ടിയുടെ മെന്റൽ ലെവല്, കുട്ടിക്ക് പഠിപ്പിക്കാനുള്ള ഇത് പഠിക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം, അല്ലച്ചാൽ ആ കുട്ടിയുടെ മെന്റൽ ലെവലിനനുസരിച്ചിട്ട് നമ്മളുടെ ടീച്ചിങ്ങിന്റെ കാര്യങ്ങൾ മാറ്റുന്നു, ടീച്ചിങ്ങിന്റെ ലെവലുകൾ മാറ്റുന്നു. ഓക്കെ, അടുത്താണ് എന്ത്? ആക്ച്വൽ ടു റെപ്രസെന്റേറ്റീവ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ വെച്ചിട്ട് പറയുന്നു, കുട്ടിയുടെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ വെച്ചിട്ട് പറയുന്നു. പിന്നെ മോഡൽസ്, അതായത് ഗ്രാഫ്, ചാർട്ട് കാര്യങ്ങളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ മാറ്റി കൊടുക്കുന്നു. അതാണ് എന്ത്?
ആക്ച്വൽ ടു റെപ്രസെന്റേറ്റീവ്. അടുത്താണ് എന്ത്? നിയർ ടു ഡിസ്റ്റന്റ്. നിയർ ടു ഡിസ്റ്റന്റ് അതായത് ബിഗിൻ വിത്ത് ഒബ്ജക്ട്സ്, പ്ലേസസ് ആൻഡ് ഐഡിയാസ് ഫെമിലിയർ ടു ദ ചൈൽഡ്. കുട്ടിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത്ര മനസ്സിലാവാത്ത കാര്യങ്ങളിലോട്ട് പഠിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ഗിറ്റാർ പഠിക്കാൻ പോവാണ് വിചാരിച്ചു. പക്ഷെ കുട്ടിക്ക് മുന്നേ എന്ത് ചെയ്യാണ്, വയലിൻ അറിയാം. അപ്പൊ എന്താണത്, ഒരു നിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ നിയർ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് കുട്ടിക്ക് ഞാൻ എന്ത് പറയുന്നത്, വയലിനിലുള്ള സ്ട്രിങ് പോലെ തന്നെ എന്തുണ്ട്, ഗിറ്റാറിലും ഇതേ സ്ട്രിങ്ങുകളുണ്ട്. വയലിനിലുള്ള നോട്ടുകൾ പോലെ തന്നെ ഗിറ്റാറിലും നോട്ടുകളുണ്ട്. അതൊക്കെ പറഞ്ഞ് കുട്ടിയുടെ നിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, ഗിറ്റാറിലും വയലിനിലും നിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, നോളജുകൾ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഗിറ്റാറിൽ എന്ത് ചെയ്യാണ്, നമ്മള് ഹമ്മിങ് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഈ എന്റെ പേരെന്താന്ന് അത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് വായിക്കുന്നത്. പക്ഷെ വയലിനിൽ എന്താണ്, ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ മാറ്റം പറയാൻ തുടങ്ങി. പിന്നെ ഗിറ്റാർ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസും വയലിൻ വായിക്കുമ്പോൾ ഡിഫറൻസും തുടങ്ങിയിട്ട് ഗിറ്റാറിലോട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്തെന്ന് നിയർ ടു ഡിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഓക്കെ, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. അടുത്താണെന്ത്, ഫ്രം ഡെഫിനൈറ്റ് ടു ഇൻഡെഫിനൈറ്റ്. ഡെഫിനൈറ്റ് ടു ഇൻഡെഫിനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കറക്റ്റ് ഡെഫിനൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഡെഫിനൈറ്റ് ടു ഇൻഡെഫിനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയയിൽ നിന്നും ഒരു വേഗമായിട്ടുള്ള ഇൻഡെഫിനൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുക, കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത്, മാക്സിംസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ മാക്സിംസ് ഓഫ് ടീച്ചിങ് പഠിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ബേസിക് ഐഡിയ ആണ്, അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? ഇനി അടുത്ത വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഫേസസ് ഓഫ് ടീച്ചിങ്. നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഏതൊക്കെ ഫേസസിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു 3 ഫേസ് ആയിട്ടാണ് ഫിലിപ്പ് ജാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഫേസ് എന്തായിരിക്കും, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പ്ലാനിങ് ഫേസ് അഥവാ പ്ലാനിങ് സ്റ്റേജ്. രണ്ടാമത്തെയാണ് എന്ത്, എക്സിക്യൂട്ടീവ് സ്റ്റേജ്. മൂന്നാമത്തെയാണ് ഫീഡ്ബാക്ക് സ്റ്റേജ്. ഈ മൂന്നും ജസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അധികം ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോ ആദ്യത്തെ ഫേസ് പ്ലാനിങ് ഫേസ്, അഥവാ നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രീ ആക്റ്റീവ് ഫേസ്. സെയിം തന്നെയാണ് രണ്ട് കാര്യങ്ങളും. പ്രീ ആക്റ്റീവ് ഫേസിൽ എന്താ നടക്കുന്നത് ശരിക്കും നടക്കുന്നത് ക്ലാസ് റൂമിന് തൊട്ട് മുന്നെയാണ് ഈ പ്രീ ആക്റ്റീവ് ഫേസ് നടക്കുന്നത്, അല്ലേ? പഠിപ്പിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ, അതായത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പ്ലാൻ ചെയ്ത് വെക്കും. ആ സാധനങ്ങളൊക്കെയാണ് എന്ത്, പ്രീ ആക്റ്റീവ് ഫേസിൽ വരുന്നത്. അപ്പോ പ്രിപ്പയർസ് എവറിത്തിങ് ഇൻ അഡ്വാൻസ്, അതാണ് എന്താ ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അതിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ. ഓക്കെ, ആദ്യം വരുന്ന എന്താ, ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്. ഡിഫൈൻ ചെയ്യാം എന്തിനെ, ഒബ്ജക്റ്റീവിനെ, അതായത് എയിമിനെ. അതായത് ഞാൻ ഇന്ന് എന്താ പഠിപ്പിക്കാൻ പോകുന്നത്, ഇപ്പൊ ലെവൽസ് ഓഫ് ടീച്ചിങ് ആണെന്നുള്ളതാണ് വിചാരിച്ചു, അല്ലെ ഫേസസ് ഓഫ് ടീച്ചിങ് ആണെന്നുള്ള കാര്യമുണ്ട്. എന്റെ ഒബ്ജക്റ്റീവ്, ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്റെ ഫേസസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് എന്ത്, എന്റെ ഒബ്ജക്റ്റീവ്. അത് ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്തായിട്ട് ചെയ്യേണ്ടി വരും, സ്മാർട്ടായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. SMART, വെറുതെ പറയുന്നതേ ഉള്ളൂ. സ്മാർട്ട് എന്തായിരിക്കും, നമ്മൾ പഠിപ്പിക്കേണ്ട സാധനം സ്പെസിഫിക് ആയിരിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കണം, വെറുതെ എന്തെങ്കിലും പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. രണ്ടാമത്തെ എന്താണ്, മെഷറബിൾ ആയിരിക്കണം. മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കേണ്ടത്. അതായത് അളക്കാൻ പറ്റുന്നത്, തോന്നിയ പോലെ കുറെ എടുത്ത് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, വേണ്ടത് മാത്രം പഠിപ്പിച്ചാൽ മതി. മൂന്നാമത് എന്താണ്, അച്ചീവബിൾ. കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം പഠിപ്പിക്കേണ്ടത്, അല്ലേ? അതെയല്ലോ. നാലാമത്തെ എന്താണ്, റിലവന്റ് ആയിട്ടുള്ളത്. അതായത് ഏതെങ്കിലും നൂറ്റാണ്ടിലെ കാര്യങ്ങൾ എടുത്ത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതായത് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ മോഡേൺ ടീച്ചിങ് പോലെ പഠിപ്പിക്കേണ്ടി വരും. റിലവന്റ് ആയിട്ട് തരത്തിലായിരിക്കും പഠിപ്പിക്കേണ്ടത്. ലാസ്റ്റത്തെ അഞ്ചാമത്തെ എന്താണത്, ടൈം ബൗണ്ട് ആയിട്ട് പഠിപ്പിക്കണം. കുറെ ടൈം എടുക്കാതെ ഉള്ള സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും പഠിപ്പിക്കേണ്ടത്. അതാണത് 5 കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചുമ്മാ പറയാം. ഓക്കെ,
അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് ശരിക്കും നമ്മളുടെ എയിം അല്ലെങ്കിൽ ഗോള് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ രണ്ടാമത് വരുന്നത് എന്താ, കണ്ടന്റ് സെലക്ഷൻ. കണ്ടന്റ് സെലക്ഷൻ ഞാൻ എന്ത് നോക്കിയിട്ടാ, ഏത് കണ്ടന്റിൽ നിന്നാ, ഏത് ബുക്കിൽ നിന്നാ, ഏത് യൂട്യൂബ് വീഡിയോ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നോക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഓരോ പ്രയോറിറ്റൈസ് ചെയ്തിട്ട്. ഇപ്പൊ ഞാനിത് കേൾക്കുന്ന ക്ലാസ്സുകൾ, ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ബാക്കി കേട്ട ക്ലാസ്സുകൾ, അതൊക്കെ ബുക്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. എന്റെ നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ലെസൺ പ്ലാനിങ് ചെയ്യുന്നു. ലെസൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലാസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുകയാണ്. ബ്ലൂ പ്രിന്റ് അഥവാ എന്ത് പറയാം, റോഡ് മാപ്പ് ഞാൻ എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ബ്ലൂ പ്രിന്റ് അഥവാ റോഡ് മാപ്പ് ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ത്, ലെസൺ പ്ലാനിങ്. അപ്പൊ ഈ ലെസൺ പ്ലാനിങ് ചെയ്യുകൊണ്ട് നമുക്ക് എന്താ ഗുണം ശരിക്കും, നമ്മളുടെ ഇതിപ്പോ ഞാൻ പഠിപ്പിക്കുമ്പോഴാണ് എന്റെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടായിരിക്കും, അതിൽ നോക്കാം എനിക്ക് ഡൗട്ട് വരുന്ന സമയത്ത്. അങ്ങനെ ചെയ്യുകൊണ്ട് എന്താണ്, എന്റെ സെൽഫ് കോൺഫിഡൻസ് അഥവാ ടീച്ചറുടെ സെൽഫ് കോൺഫിഡൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും, അല്ലെ? അതാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോ ഈ ലെസൺ പ്ലാനിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് മാറ്റാൻ വേണം വെച്ചാൽ, ഒന്നാമത്തെ യൂണിറ്റ് പ്ലാൻ അഥവാ പ്ലാൻ, രണ്ടാമത്തെ ലെസൺ പ്ലാൻ. ഈ യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് അഥവാ ഫുൾ കാര്യങ്ങൾ, അതായത് ഞാൻ ഇപ്പൊ ഇവിടുത്തെ യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മൊത്തം സിലബസ് ആണ് എന്ത്, നമ്മളുടെ യൂണിറ്റ് പ്ലാൻ. ഒരു മൊത്തം കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. എന്നാൽ യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഫേസസ് ഓഫ് ടീച്ചിങ്, അതാണ് എന്ത്, എന്റെ ലെസൺ പ്ലാൻ. മനസ്സിലായില്ലേ ഡിഫറൻസ്? ഒരു കാര്യം മൊത്തം പറയുന്ന ഭാഗത്താണ് എന്ത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് എന്ത്, യൂണിറ്റ് പ്ലാൻ. എന്നാൽ ഒരു അന്ന് പഠിപ്പിക്കാനുള്ളത് അല്ലച്ചാൽ ആ ഒരു ക്ലാസ്സിൽ അല്ലച്ചാൽ ആ ഒരു സെഷനിൽ എടുത്ത് തിരിക്കാനുള്ള സാധനമാണ് എന്ത്, ലെസൺ പ്ലാൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഡയഗണൈസ് ലേണേഴ്സ് എൻട്രി ബിഹേവിയർ. അതായത് കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ മനസ്സിലാക്കും. ഒരു 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ടീച്ചറാണ് വെച്ചാൽ 10ാം ക്ലാസ് ലെവലിലുള്ള കുട്ടികളാണ് അതിന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കും. അതേപോലെ എന്ത് ചെയ്യും, സെറ്റിംഗ് ദ ക്ലാസ് റൂം എൻവിയോൺമെന്റ്. ഇത് ശരിക്കും ഡയഗണൈസിംഗ് ലേണിംഗ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലത് പറഞ്ഞാൽ നമ്മളുടെ കുട്ടിയുടെ പ്രയർ നോളജ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂണേഴ്സിന്റെ കാര്യമില്ലേ, ബ്രൂണേഴ്സിന്റെ സ്പൈറൽ കരിക്കുലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യമാണ് നമുക്ക് നടത്തുന്നത്. കുട്ടിയുടെ പ്രയർ നോളജ് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സിസ്റ്റിംഗ് നോളജ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇനി സെറ്റിംഗ് ദ ക്ലാസ് റൂം എൻവിയോൺമെന്റ് എന്താ, പരിസ്ഥിതി അഥവാ ചുറ്റുപാട് എങ്ങനെയുണ്ട്, 2 തരത്തിലുണ്ട് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ. ഒന്ന് ഫിസിക്കൽ എൻവിയോൺമെന്റ്. ഓക്കെ, രണ്ടാമത്തെ നമ്മളുടെ സോഷ്യൽ എൻവിയോൺമെന്റ്. ഈ ഫിസിക്കൽ എൻവിയോൺമെന്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു പോസിറ്റീവ് ചുറ്റുപാട്, പോസിറ്റീവ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം. അതായത് ഞാനിപ്പോ റൂം മൊത്തം അടച്ചിരുന്നിട്ടാണോ നമുക്ക് പഠിപ്പിക്കാൻ സൗകര്യം? അല്ല, തുറന്നിട്ട് കാറ്റും വെളിച്ചവും വരുന്ന, ലൈറ്റുള്ള, ഫാനുള്ള, എയർ കണ്ടീഷനിങ് ഉള്ള ഒരു ക്ലാസ് റൂം, അഥവാ പുറത്ത് നോയ്സ് ഒന്നും ഇല്ലാത്ത, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലാസ് റൂം. അതാണ് എന്ത്, ഫിസിക്കൽ എൻവിയോൺമെന്റ് നമുക്ക് വേണ്ടത്. നോയ്സ് ഒന്നും ഇല്ലാത്ത, ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു ക്ലാസ് റൂം, അല്ലെ? ഇനി സോഷ്യൽ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, ഈ പറയുന്ന ഫിസിക്കൽ എൻവിയോൺമെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ക്ലാസ്സിൽ ടീച്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല പറയുന്നത്, കുട്ടികളുടെ അടുത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല പറയുന്നത്. അതായത് കുട്ടികളുടെ അടുത്ത് ഒരു റെസ്പോൺസും ചോദിക്കുന്നില്ല, ടീച്ചറുടെ ക്ലാസ് എടുത്ത് പോകുന്നു, കുട്ടികളുടെ മറുപടിക്കൊന്നും കാര്യങ്ങൾ കൊടുക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ എന്താ, അതൊരു സോഷ്യൽ അല്ല, ഒരു ഡെമോക്രാറ്റിക് അല്ല, ടീച്ചർ ഡൊമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ക്ലാസ് റൂം അല്ലാണ്ട് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടെ ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള മ്യൂച്വൽ റെസ്പെക്ട് വരുന്ന ഒരു ക്ലാസ് റൂമാണ് എന്ത് വേണ്ടത്, നമുക്ക് വേണ്ടത്. ഒരു ഡെമോക്രാറ്റിക്, ജനാധിപത്യപരമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ഉള്ള ക്ലാസ് റൂം നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതേപോലെ ടീച്ചർ കുട്ടികളെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൂടുതൽ എൻകറേജ് ചെയ്യുന്നു. അതേപോലെ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് പ്രൊജക്റ്റുകളും ബാക്കി വർക്കുകളും ഒക്കെ ചെയ്യുന്ന ഒരു ക്ലാസ് റൂം. അതാണ് എന്ത്, കുറച്ചും കൂടി സോഷ്യൽ എൻവിയോൺമെന്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യത്തെ ഫേസിൽ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഫേസ് എന്താ, ഇന്ററാക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ക്ലാസ് എടുക്കുക. ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ, ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുന്ന ഫേസ് അഥവാ ആക്ച്വൽ ക്ലാസ് റൂം ടീച്ചിങ് സ്റ്റേജ്. ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ഇന്ററാക്ട് ഫോർ ലേണിംഗ് ടു ടേക്ക് പ്ലേസ്. ടീച്ചറും സ്റ്റുഡന്റ് ഇന്ററാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടി പഠിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ആദ്യം ഇൻട്രഡക്ഷൻ ചെയ്യും. അതായത് ഞാൻ എന്താ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് ആദ്യം വന്ന് പറയും.
അഥവാ ഒരു കഥയൊക്കെ ടീച്ചർ വന്നിട്ട് പറയും, ചെറിയ കുട്ടികൾ അണച്ചാൽ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ കുട്ടിക്കൊരു സ്പാർക്ക് വരും ആദ്യം തന്നെ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ആദ്യം തന്നെ വന്നിട്ട് ഞാൻ എന്ത് പറയാണ്, ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്, അല്ലെ അതാണ് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു ക്വാണ്ടം മെക്കാനിക്സ് ചെറിയൊരു കഥ പറഞ്ഞു തുടങ്ങുന്നു, അല്ലച്ചാൽ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് റെലവന്റ് ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നു, അല്ല ഇന്ന് ന്യൂസിലുണ്ടായിരുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ഇതായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ എന്ത് ചെയ്യും കുട്ടി കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യും ടീച്ചറായിട്ട്. എന്തോ ടീച്ചർ പറയുന്നുണ്ടല്ലോ, എന്തോ നമുക്ക് രസമുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കും കുട്ടി. അങ്ങനെ എന്ത് ചെയ്യും, ഒരു ഇന്ററാക്ഷൻ കൊടുക്കുന്നു, അല്ലെ? ഒരു ഗെയിനിങ് അറ്റൻഷൻ ആണ് എന്ത് ഇവിടെ നടക്കുന്നത്, ഇവിടെ നടക്കുന്നത് ഗെയിനിങ് അറ്റൻഷൻ. ഇനി അടുത്ത വരുന്നതാണ് എന്താ, പ്രസന്റേഷൻ. ടീച്ചറുടെ എയ്ഡ്സ് എന്ന് പറഞ്ഞ ടീച്ചിങ് എയ്ഡ്സ്, അതേപോലെ ടീച്ചിങ് മെറ്റീരിയൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. കാര്യങ്ങൾ, പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒരു എഫക്റ്റീവ് വേയില് പ്രസന്റ് ചെയ്യുന്നു. ഇനി ക്ലാസ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു, ടീച്ചർ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് നോക്കുന്നു, അതേപോലെ ടീച്ചർ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതിന്റെ ഒപ്പം തന്നെ കുട്ടികളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, കുട്ടികൾ ക്വസ്റ്റ്യൻസ് അഥവാ ഡൗട്ട്സ് ഒക്കെ ടീച്ചറോട് ചോദിക്കുന്നു. അതൊക്കെയാണ് എന്ത് ഇവിടെ വരുന്ന ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഓരോ എക്സ്പെരിമെന്റ് നടത്തുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൽ കുട്ടികളെ ഉൾക്കൊള്ളിക്കുന്നു. ഈ കുട്ടിയെ ഒരു എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് നമ്മൾ ഈ ചന്ദ്രനെ സൂര്യന്റെ ഗ്രഹണം പറയുമ്പോൾ ഈ ഒരു കുട്ടീനെ ചന്ദ്രനായിട്ടും ഈ ഒരു കുട്ടീനെ സൂര്യനൊക്കെ ആയിട്ട് പണ്ട് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഈ കുട്ടി ഇതിന്റെ ഇടയിൽ വരുന്നു. ഇപ്പൊ ചന്ദ്രൻ സൂര്യന്റെ ഇടയിൽ വരുന്നതാണ് എന്ത്, സൂര്യഗ്രഹണം അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്. ഓക്കെ, എന്താ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇനി നാലാമത് വരുന്നതാണ് എന്ത്, യൂസ് ഓഫ് ടീച്ചിങ് സ്കിൽസ്. ടീച്ചിങ് സ്കിൽസ് എന്തൊക്കെയാ? നമ്മൾ ബ്ലാക്ക് ബോർഡിലൊക്കെ റൈറ്റ് ചെയ്യുന്നു, എഴുതുന്നു. ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് അതൊരു ടീച്ചിങ് സ്കില്ലാണ്. നമ്മൾ കുട്ടികളുമായിട്ട് കുട്ടികളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതെന്താണ്, ഒരു ടീച്ചിങ്ങിന്റെ സ്കില്ലാണ്. എഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊരു ടീച്ചിങ് സ്കില്ലാണ്. അതൊക്കെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് എന്താണ്, ഗൈഡിങ് ലേണിംഗ് ആക്ടിവിറ്റി. ഇതിന്റെ ഒപ്പം പുറമെ ലേണിംഗ് ആക്ടിവിറ്റീസ്, അതായത് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ പ്രാക്ടീസ് പ്രോബ്ലംസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് എന്ത്, അഞ്ചാമത്തെ കാര്യം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, രണ്ടാമത്തെ ഫേസ് കംപ്ലീറ്റ് ആവുന്നത്, അതായത് ടീച്ചിങ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ടീച്ചിങ് കഴിഞ്ഞു, പഠിപ്പിച്ചു കഴിഞ്ഞു, പോരല്ലോ, പഠിപ്പിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ മൂന്നാമതായിട്ട്. അപ്പൊ ആ മൂന്നാമത് വരുന്ന ഫേസ് ആണ് എന്ത്, പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നടക്കുന്നത് അസസ്മെന്റ് ആണ് നടക്കുന്നത്, അല്ലെ? അസസ്മെന്റ് സ്റ്റേജ് ആണത്. ഓക്കെ, ഇത് ഹെൽപ്സ് ടീച്ചർ ടു ജഡ്ജ് എഫക്റ്റീവ്നെസ് ആൻഡ് ഇംപ്രൂവ് ടീച്ചിങ്. ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് അതെന്താണ്, പോസ്റ്റ് ആക്റ്റീവ് ഫേസ് ആണ്, അല്ലെ? അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയുണ്ട്, ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുന്നത്, ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് ഔട്ട്കം. എങ്ങനെയൊക്കെ ചെയ്യാം, എനിക്ക് ഒരു പരീക്ഷ ഇട്ടിട്ട്, ഒരു ടെസ്റ്റ് ഇട്ടിട്ട് കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ട് ഞാൻ പഠിപ്പിച്ചതൊക്കെ കുട്ടിക്ക് മനസ്സിലായോ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതെന്താണ് അവിടെ ടെസ്റ്റുകൾ. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. ടീച്ചർ കുട്ടികളുടെ അടുത്ത് എങ്ങനെയുണ്ട് ക്ലാസ് എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെച്ചാൽ നമ്മൾ ഈ ടീച്ചറൊക്കെ പണ്ടത്തെ ഈ തൽക്കാലം വരുന്ന ടീച്ചറൊക്കെ അല്ലെച്ചാൽ എല്ലാ ടീച്ചർമാരും ലാസ്റ്റ് ആവുമ്പോൾ ഒരു പേപ്പർ തന്നിട്ട് എങ്ങനെയാണ് എന്റെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കില്ലേ? നിങ്ങള് പേരൊന്നും എഴുതണ്ട, അല്ലാതെ തന്നെ തന്നാൽ മതി, എന്തൊക്കെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് പറയുന്നത്. അതാണ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. ഇനി റിഫ്ലക്റ്റിംഗ് ഓൺ ടീച്ചിങ്. ഇങ്ങനെയൊക്കെ ചെയ്യുകൊണ്ട് എന്താ, നമ്മളുടെ സ്വന്തം ടീച്ചിങ്ങിന്റെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇങ്ങനെ കിട്ടിയ അഭിപ്രായങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നു, പുതിയ മാറ്റങ്ങൾ റിഫ്ലക്ഷൻ നടത്തുന്നു. ഇനി റെമീഡിയൽ ടീച്ചിങ് വേണ്ട സമയത്ത്, അതായത് റെമീഡിയൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ റീ ടീച്ചിങ് വേണമെങ്കിൽ പറയാം. റീ ടീച്ചിങ്, അതായത് ഒരു പരീക്ഷ നേരത്തെ പറഞ്ഞ പോലെ ഇവാലുവേഷൻ ടെസ്റ്റ് ഇട്ടപ്പോൾ ഒരു കുട്ടിക്ക് എന്താണ്, മാർക്കില്ല. അപ്പൊ മാർക്കില്ലാത്ത ആ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്നുകൂടിയും വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണത്, റീ ടീച്ചിങ് അല്ലേ, രണ്ടാമത്തെ വട്ടം പഠിപ്പിക്കുമ്പോൾ എന്താണ്, റീ ടീച്ചിങ്. അങ്ങനെ മാർക്ക് കുറഞ്ഞവനെ വീണ്ടും ഉയർത്തിയിട്ട് മാർക്കുള്ളവനാക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണ് റെമീഡിയൽ ടീച്ചിങ്, ഒരു സപ്പോർട്ട്. ഓക്കെ, അതാണ് റെമീഡിയൽ ടീച്ചിങ്, ഒരു അബ്സ്ട്രാക്ട് ഐഡിയയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റും, എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും പരീക്ഷയ്ക്ക് കുറച്ചും കൂടി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണിത്. PYQ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ഒരു സാധനമാണ്. ബ്ലൂംസ് ടാക്സോണമി പോലെ വരുന്ന ഒരു സാധനമാണിത്, ലെവൽസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ലെവൽസ് ഓഫ് ടീച്ചിങ്ങില് നമ്മള് ഒരു 3 ലെവലായിട്ടാണ് പറയുന്നത്. അപ്പൊ 3 ലെവലും വളരെ പറഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കി വെക്കണം എപ്പോഴും. ക്വസ്റ്റ്യൻ നമുക്ക് എലിമിനേഷൻ ചെയ്യാനൊക്കെ പറ്റുമെങ്കിലും മനസ്സിലാക്കി വെക്കണം അതിന്റെ അർത്ഥങ്ങൾ എന്താന്നുള്ളത്. അപ്പൊ ഏതൊക്കെയാ 3 ലെവല്? മെമ്മറി ലെവൽ, രണ്ടാമത്തെ ലെവല് വരുന്നത് എന്താ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, മൂന്നാമത്തെ ലെവൽ വരുന്നത് എന്താ, റിഫ്ലക്റ്റീവ് ലെവൽ. ഓക്കെ, അപ്പോ
എന്താണ് മെമ്മറി ലെവൽ, എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, എന്താണ് റിഫ്ലക്റ്റിംഗ് ലെവൽ, ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ എന്താ മെമ്മറി ലെവൽ എന്തായിട്ടാ? വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, എന്താണെന്നുള്ളത് നോക്കും. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വൈ, എന്തിന്. റിഫ്ലക്റ്റീവ് ലെവൽ ഹൗ, എങ്ങനെ. ഓക്കെ, കുറെ പേര് എങ്ങനെയെന്ന് ഇടാറുണ്ട്, അത് തെറ്റാട്ടോ, എങ്ങനെയെന്നാ പറയാറുള്ളത്. ഓക്കെ, അപ്പോ മെമ്മറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മാത്രമാണ് നമ്മൾ പഠിക്കുന്ന കുട്ടി. എന്നാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് എത്തുമ്പോഴേക്കും കുട്ടി വളരുക, ചെറിയ കുട്ടിയാകുമ്പോൾ, ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ എത്തുമ്പോഴേക്കും എന്താണ്, എന്തിനെന്നുള്ള കാര്യം പഠിക്കുന്നു, അത് എങ്ങനെയാ വർക്ക് ആവുന്നത് എന്നുള്ളത്, നമ്മൾ പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാ വർക്ക് ആവുന്നത് പഠിക്കുന്നു. റിഫ്ലക്റ്റീവ് ലെവൽ ഏറ്റവും നല്ല ലെവലിലോട്ട് എത്തുമ്പോൾ അത് എന്തുകൊണ്ട്, ഹൗ, എങ്ങനെയായിരിക്കും കറക്റ്റ് വർക്ക് ആവുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനം പഠിക്കുന്നു. അതാണ് എന്ത് 3 ലെവൽ ഓഫ് ടീച്ചിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ലെവൽസ് ഓഫ് ടീച്ചിങ്. ആദ്യത്തെ ലെവൽ എന്താ? മെമ്മറി ലെവൽ. മെമ്മറി ലെവൽ ആണ് എന്ത്? ലോവസ്റ്റ് ലെവൽ. ഇമ്പോർട്ടന്റ് ആണ്. ലോവസ്റ്റ് ലെവൽ ചോദിച്ചിട്ടുണ്ട്. ലോവസ്റ്റ് ലെവൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടോ? ഈ മെമ്മറി ലെവലിൽ എന്താ, മെമ്മറിക്കല്ലേ ഇമ്പോർട്ടൻസ്. ഇപ്പൊ എന്താ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഞാൻ ചുമ്മാ ചെറിയ കുട്ടിയാകുമ്പോ ടീച്ചർ എന്ത് പറയുന്നുണ്ട്, ABCD എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയും തിരിച്ച്, EFG. ഈ EFG എന്താണെന്ന് മനസ്സിലായിട്ടൊന്നുമല്ല, ചുമ്മാ ഞാൻ എന്ത് ചെയ്തു, കാണാപ്പാഠം പഠിച്ചെന്നു. HIJK എന്ന് പറഞ്ഞ LMNOP എന്ന് പറയുന്നത് കാണാപ്പാഠം പഠിച്ചിരിക്കുക. അപ്പൊ ഞാൻ അവിടെ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, മെമ്മറൈസ് ചെയ്യുന്നു. മെമ്മറിക്കാണ് ഇമ്പോർട്ടൻറ്റ്. ലോവസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഫോക്കസ്ഡ് ഓൺ റോട്ട് മെമ്മറൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ റോട്ട് മെമ്മറൈസേഷൻ. ഇപ്പൊ ടിങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ലിറ്റിൽ സ്റ്റാർ നമ്മൾ പറയില്ലേ, എന്തുകൊണ്ടാ അവിടെ നടക്കുന്നത്, എന്താ, റോട്ട് മെമ്മറൈസേഷൻ. നമ്മൾ വീണ്ടും ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, റോട്ട് മെമ്മറൈസേഷൻ ആണ് നടന്നത്. ഇനി ഇവിടെ ലേണേഴ്സ് ഒക്കെ എന്താണ്, പാസീവ് ലേണറാണ്. അതായത് ജസ്റ്റ് ടീച്ചർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കേട്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല, അല്ലേ? ടീച്ചർ പണ്ട് ABCDFG ഒക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നു, എഴുതിയെടുക്കുന്നു. അതല്ലേ ഉണ്ടായിരുന്നത്. എന്താ സാധനം, അതിപ്പോ ഒരു ലാംഗ്വേജ് ആണ്, അത് എന്നുള്ളത് അതിലത്തെ ആദ്യത്തെ ലാംഗ്വേജ് ആണ്. അത് വരാനുള്ള കാരണം എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത്, W എങ്ങനെയാ വന്നത്, 2V കളിച്ച് 2U നമ്മൾ പറയും. ഓക്കെ, സോറി, തെറ്റിപ്പോയി. W വന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് W എന്നല്ലേ ഇത് പറയുന്നത്, U അല്ലേ? പക്ഷെ നമ്മൾ എഴുതുമ്പോ എങ്ങനെയാ, ഇങ്ങനെയല്ലേ? പക്ഷെ ശരിക്കും അപ്പൊ എങ്ങനെ എഴുതുന്നത്, ഇങ്ങനെയല്ലേ എഴുതേണ്ടത്. ഇപ്പൊ 2U ശരിക്കും മുന്നുണ്ടായിരുന്ന 2U ചേർന്നിട്ടാണ് W ഉണ്ടായിരുന്നത്. പിന്നെ അത് പ്രിന്റിങ്ങിന്റെ സമയത്ത് മാറ്റിയിട്ടാണ് എന്ത് WV ആയിട്ട് മാറിപ്പോയത്. ഒന്നുമില്ല, ഒക്കെ വായിച്ചേ. ഓക്കെ, ടീച്ചർ ഡൊമിനേറ്റ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്, ടീച്ചറെ ഡൊമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ടീച്ചറാണ് എന്ത്, ഡൊമിനന്റ്. അതായത് ടീച്ചർ പറയുന്നു, കുട്ടി കേൾക്കുന്നു. ഇതില് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നില്ല, കുട്ടി എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കുട്ടി നടത്തുന്നില്ല. ആ സാധനം ഉപയോഗിക്കുന്നില്ല പുതിയൊരു സിറ്റുവേഷനിലോട്ട്. കുട്ടി എന്ത് ചെയ്യുന്നു, വെറുതെ റിമെമ്പർ ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാധനങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഒരു കാര്യം പറയണേ, ഇവിടെ 3 റീ ഉണ്ട്. അതായത് റീകാൾ ചെയ്യുന്നു കുട്ടി, റിമെമ്പർ ചെയ്യുന്നു, റിട്ടൻഷൻ ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളെ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, ഈ 3 റീ ഈ ഒരു റീ കൂടി ഇടാം. ഒരു റെക്കഗ്നൈസ് ചെയ്യുന്നു. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചാൽ മതി. റെക്കഗ്നൈസ് ചെയ്യുന്നു. ഈ 4 കാര്യങ്ങളാണ് എന്ത്, ഈ മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ, ലെക്ചർ, നമ്മളൊരു ക്ലാസ്സിൽ ടീച്ചർ വന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേഷൻ ഇടുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ സ്പെല്ലിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീകാൾ ചെയ്യുക ചെയ്യുന്നത്. ഇനി ഡ്രിൽ ചെയ്യുമ്പോൾ അതോടെ എന്താണ്, റിട്ടൻഷനാണ് നടക്കുന്നത്. റോട്ട് ലേണിംഗ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റിമെമ്പർ ചെയ്യുക ചെയ്യുന്നത്, പഠിക്കുക ചെയ്യുന്നത്. എന്താ സാധനം എന്ന് അറിഞ്ഞിട്ടൊന്നല്ല, വെറുതെ വായിച്ച് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇത് പ്രൊപ്പോസ് ചെയ്തത് ആരാ? ഇത് പ്രൊപ്പോസ് ചെയ്തത് ഹെർബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹെർബർട്ട് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെമ്മറി ലെവൽ ടീച്ചിങ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് എന്ത്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് അഥവാ ULT. MLT, ULT, അതേപോലെ RLT. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആരാ പ്രൊപ്പോസ് ചെയ്തത്? മറ്റേത് ആരാ പറഞ്ഞ, ഹെർബർട്ട് ആണ്. രണ്ടാമത്തെ ആരാ പറയുന്നത്, മോറിസൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്.
ഇത് രണ്ടാമത്തെ അഥവാ മിഡിൽ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് അല്ലേ. മൂന്നാമത്തിന്റെ നടുവിലാണ് രണ്ട് കിടക്കുന്നത്. ഇതിൽ എന്ത് ചെയ്യുന്നത്, ലേണർ കോംപ്രഹെൻഡ്, ഇന്ററപ്റ്റ് ആൻഡ് അപ്ലൈ നോളേജ്. ഇവിടെ കുട്ടിയുടെ ഭാഷയിലോട്ട് അത് മനസ്സിലാക്കിയെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് അപ്ലിക്കേഷൻ ചെയ്യാൻ ചെറുതായിട്ട് നോളജ് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്ത്, മെമ്മറി മാത്രമല്ല, ഇവിടെ മെമ്മറി പ്ലസ് ഇൻസൈറ്റ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ മെമ്മറി മാത്രം ഉപയോഗിച്ച് ഇവിടെ മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ആണ്. ഇവിടെ ടീച്ചിങ് എന്താണ്, മോർ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു മേക്ക് സെൻസ് ഓഫ് വാട്ട് ദേ ലേൺ. അവരെന്താ പഠിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുട്ടികളെ എൻകറേജ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ മെമ്മറി പ്ലസ് ഇൻസൈറ്റ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക, അത് ഏത് ലെവലിലാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയുണ്ട്, ഫോക്കസ് ഓൺ വൈ ആൻഡ് ഹൗ. വൈ എന്തിന്, എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ളത് വൈ, ആൻഡ് ഹൗ എങ്ങനെയാണ് സാധനം വർക്ക് ആവുന്നത്. നോട്ട് ജസ്റ്റ് വാട്ട്, നമ്മൾ എന്താന്നുള്ളതല്ലാണ്ട് അതെങ്ങനെയാ വർക്ക് ആവുന്നത് എന്നുള്ളത്. കൺസെപ്റ്റ് അഥവാ പ്രിൻസിപ്പിൾസ്, ഈ സാധനങ്ങൾ ജനറലൈസേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാവും, അണ്ടർസ്റ്റാൻഡിങ് ലെവലില്ല. അതായത് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞു കുട്ടി ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മൾ ഓരോ കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഇനി എന്താ, ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻസൈറ്റ്. കണ്ടോ, അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻസൈറ്റും വീണ്ടും വന്നു. ഇവിടെ എന്താ നടക്കുന്നത്, ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ, ഒരു എക്സ്പ്ലനേഷൻ നടത്തുമ്പോൾ, ഇല്ലുസ്ട്രേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ, ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോ മീനിങ് ഫുൾ ലേണിംഗ് ഇവിടെയാണ് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടി എന്താ കാര്യം എന്ന് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. ഈ കിട്ടിയ നോളേജ് എന്ത് ചെയ്യും, കുട്ടി പുതിയ പുതിയ ഭാഗങ്ങളോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതും ഇവിടെയാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ലെവലില്. ഇനി ലാസ്റ്റ് വരുന്ന ലെവല് ഹയസ്റ്റ് ലെവലാണ്. ഇത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏതാണ്, റിഫ്ലക്റ്റീവ് ലെവൽ. റിഫ്ലക്ട് ചെയ്യുന്നു, ഹയസ്റ്റ് ലെവൽ ആൻഡ് മോസ്റ്റ് തോട്ട്ഫുൾ ലെവൽ. തൊട്ട് മുന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്താ, തോട്ട്ഫുൾ ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് മോസ്റ്റ് തോട്ട്ഫുൾ ലെവലാണ്. എന്താണ്, ലേണർ ആർ ട്രെയിൻഡ് ഇൻ ക്രിട്ടിക്കൽ തിങ്കിങ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് തുടങ്ങുന്നത് എവിടെയാ, അത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഓക്കെ, ആലോചിച്ച് വെക്കണം, ക്രിട്ടിക്കൽ തിങ്കിങ് എവിടെയാ തുടങ്ങുന്നത്. അതേപോലെ ഡിസിഷൻ മേക്കിംഗ്, ഇൻഡിപെൻഡന്റ് റീസണിങ് ചെയ്യുന്നതൊക്കെ എവിടെയാ, റിഫ്ലക്റ്റീവ് ലെവലാണ്. ഫോക്കസ് ഓൺ ഹൈപ്പോത്തസിസ്, ഇൻക്വയറി, എക്സ്പ്ലോറേഷൻ. കുട്ടി സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു, റിസർച്ച് ചെയ്യുന്നു കുട്ടി. അതേപോലെ അനലൈസ്, പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠിച്ച സാധനങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതിനെ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, പുതിയ ആപ്ലിക്കേഷനിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതേപോലെ കുട്ടി സ്വന്തമായിട്ട് പുതിയ ഐഡിയാസ് എന്ത് ചെയ്യുന്നു, സിന്തസിസ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏത് ലെവലിലാണ്, റിഫ്ലക്റ്റീവ് ലെവലിൽ. അതായത് ഇപ്പൊ ഒരു കോളേജ് ലെവൽ എത്തി വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വയമാണ് പഠിക്കുന്നത്, സ്പൂൺ ഫീഡിങ് ആയിരിക്കില്ല അല്ലേ. സ്വന്തമായി പഠിച്ചിട്ട് കുട്ടി എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. മറ്റു ഭാഗങ്ങളിലൊക്കെ എന്താ, ടീച്ചറാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ, ക്രിയേറ്റീവ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റീവ് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം സോൾവിങ്, പ്രൊജക്ട് മെത്തേഡ്, റിസർച്ച് ബേസ്ഡ് അസൈൻമെന്റ്, കേസ് സ്റ്റഡീസ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ അസസ്മെന്റ് എന്ന രീതിയിൽ നോക്കുന്നത്. പ്രൊമോട്ട്സ് ഓട്ടോണമി ആൻഡ് ഒറിജിനാലിറ്റി. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒറിജിനാലിറ്റി സ്വന്തമായിട്ട് ബ്ലൂംസ് ടാക്സോണമിയില് അല്ലെ, സൈക്കോമോട്ടറിലല്ലേ, അതെ, അതിൽ ഒറിജിനാലിറ്റി അതായത് എന്താ, കുട്ടിയുടെ സ്വന്തം ഒറിജിനൽ ആയിട്ട് ഒരു കാര്യം വികസിപ്പിച്ചെടുക്കുന്നു, ഓട്ടോണമി അല്ലെ, സ്വന്തമായിട്ടൊരു കാര്യം വികസിപ്പിച്ചെടുക്കുന്നതാണ് എന്ത്, ഒറിജിനാലിറ്റി. അതൊക്കെ തുടങ്ങുന്നത് എവിടെയാ, ഈ റിഫ്ലക്റ്റീവ് ലെവലിലാണ്. റിയൽ ലൈഫ് പ്രോബ്ലം സോൾവിങ് വരുന്നത് എവിടെയാ, റിഫ്ലക്റ്റീവ് ലെവലിലാണ്. അപ്പോ ടീച്ചിങ് ബിഗിൻസ് വിത്ത് മെമ്മറി അല്ലെ, മെമ്മറിയിലാണ്. നമ്മൾ ചെറുതാവുമ്പോൾ ABCD എന്ത് പറഞ്ഞപ്പോ EFG എന്ന് പറയുന്നത് എന്താ, മെമ്മറിയില്. ഗ്രോസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ തുടങ്ങി കുറച്ചൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും. പിന്നെ റീച്ചസ് പെർഫെക്ഷൻ വിത്ത് റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റീവ് ലെവലിൽ എത്തുമ്പോഴേക്കും എന്തായി, നമ്മളുടെ ടീച്ചിങ് എന്ത് ചെയ്തു, പെർഫെക്റ്റ് ആയി. കുട്ടിക്ക് സ്വന്തമായിട്ട് പഠിപ്പിച്ചെടുക്കാൻ, കുട്ടിക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ തുടങ്ങുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോ ഇത് PYQ ആയിട്ട് വന്നിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചിങ് ഈസ് ബെസ്റ്റ് ഡെസ്ക്രൈബ്ഡ് ആസ് ദ ആക്ട് ഓഫ് ഡെലിവറിങ് കണ്ടന്റ് ടു സ്റ്റുഡന്റ് ആണോ? ഒരു കണക്കിന് പറയാം, ദ പ്രോസസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് ആൻഡ് ഗൈഡിങ് സ്റ്റുഡൻസ്, അതാണോ? അതും ആവാം. ദ വൺ വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ലേണർ, അത് അല്ലല്ലോ, അതല്ല. ഇനി മെത്തേഡ് ഓഫ് എൻഷുറിംഗ് മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്, അതും അല്ല. അപ്പൊ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാ? കണ്ടന്റ് മാത്രം ഡെലിവറി ചെയ്താൽ പോരല്ലോ, കുട്ടിക്ക് ഗൈഡ് ചെയ്യും വേണ്ടേ. അപ്പൊ എന്താണ് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്? റിഫ്ലക്റ്റീവ് ടീച്ചിങ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിന്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഏതാ വരിക? റോട്ട് മെമ്മറൈസേഷൻ ആണോ? റോട്ട് മെമ്മറൈസേഷൻ ഏതാണ്? മെമ്മറി ലെവലിലല്ലേ? മെമ്മറി ലെവൽ അഥവാ MLT ഇങ്ങനെ എഴുതാം. മെമ്മറി ലെവൽ ടീച്ചിങ്ങിലാണ് എന്ത് റോട്ട് മെമ്മറൈസേഷൻ വരുന്നത്. പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇത് വരുമോ? ഇത് വരാം. എന്താണത്? RLT വരുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിലാണ്. ടീച്ചർ സെന്റർഡ് ലേണിംഗ്, ടീച്ചർ സെന്റർഡ് ലേണിംഗ് ഇല്ല വരുന്നത് MLT-ലാണ് അല്ലേ? ഫോക്കസ് ഓൺ ഇമ്മീഡിയറ്റ് റീകാൾ ഫാക്ട് അതൊക്കെ എല്ലാം വന്നിരുന്നത് MLT-ലാണ്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. ഡൗട്ടില്ലല്ലോ? ഓക്കെ, PYQ ആയിട്ട് വന്നിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് അസേഷൻ ആണ്. അസേഷൻ എന്താ? ടീച്ചിങ് അറ്റ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഇൻവോൾവ്സ് എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ ആൻഡ് റീസണിങ്. ഇനി റീസൺ എന്താ പറയുന്നത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ടീച്ചിങ് എയിംസ് ടു ഡെവലപ്പ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഇൻ ലേണർ. ഇതിപ്പോ ഏതാ കറക്റ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, അസേഷൻ എന്താ? ടീച്ചിങ് അറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഇൻവോൾവ്സ് എക്സ്പ്ലനേഷൻ ആൻഡ് എക്സാമ്പിൾ ആൻഡ് റീസണിങ്. കറക്റ്റ് അല്ലേ? അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ എന്താ ടീച്ചിങ്ങിൽ നമ്മൾ ചെയ്യുന്ന? കുട്ടിക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സാമ്പിളിലൂടെ റീസണിലൂടെയും പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ആണ്. അതെന്താണ് അപ്പോ? അസേഷൻ കറക്റ്റ് ആണ്. ഇനി അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലെ റീസൺ എന്താ? ടീച്ചിങ് എയിംസ് ചെയ്യുന്നത് എന്താ? ഇങ്ങനെയൊക്കെ പഠിപ്പിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നത്? കുട്ടിയുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി സ്റ്റാർട്ട് ചെയ്യണം, ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്യുന്നതാണ് എവിടെ? നമ്മളുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ രണ്ട് ശരിയാവേണ്ട എന്തായിരിക്കും? ബോത്ത് A and R ഈസ് ട്രൂ ആൻഡ് R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താ? മാച്ച് ദ ഫോളോയിങ് ലെവൽസ് ഓഫ് മാച്ച് ദ ഫോളോയിങ് ആട്ടോ. മാച്ച് ദ ഫോളോയിങ് എന്തൊക്കെയാ? ആദ്യം വരുന്നത് മെമ്മറി ലെവൽ. മെമ്മറി ലെവൽ കണ്ടോ? റീകാൾ ആൻഡ് റോട്ട് മെമ്മറൈസേഷൻ. ഓക്കെ, ഏതൊക്കെയാ? 1B വരുന്ന ഏതൊക്കെയുള്ള? ഇതുണ്ട്, 1B വരുന്ന ഇതുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞു ലോജിക്കൽ റീസണിങ്ങും ഇൻസൈറ്റും. ഇൻസൈറ്റ് നേരത്തെ പറഞ്ഞത് മെമ്മറി പ്ലസ് ഇൻസൈറ്റ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിംഗ് പ്ലസ് ഇൻസൈറ്റ്. 2C വരുന്ന ഏതേ ഉള്ളൂ? അപ്പൊ ഓപ്ഷൻ ബി. 3 ഏതാ? റിഫ്ലക്റ്റീവ് ലെവലിൽ ഏതാ വരുന്നത്? പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. ഓക്കെ, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എവിടെയാണ്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ്. ഓക്കെ, അതൊരു അച്ചീവ് ചെയ്യുന്ന പൂർണ്ണമായി അച്ചീവ് ചെയ്യുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലോട്ട് എത്തുമ്പോൾ. ഓക്കെ, ഇനി സിനാരിയോ എന്താ? എ ടീച്ചർ എക്സ്പ്ലെയിൻസ് എ കൺസെപ്റ്റ് യൂസിംഗ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആൻഡ് എൻകറേജ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കസ്. ദിസ് മെത്തേഡ് ഈസ് എയിം ടു enabling students to comprehend the material deeply and apply it in different context. ഇതില്ല വരുന്നത് ഒരു കാര്യം ടീച്ചറെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ എൻകറേജ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കുന്നത് ഏതാണ്? ടീച്ചർ മനസ്സിലാക്കാൻ നോക്കുന്നത് ഏതാണ്? നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ടീച്ചിങ് ആണ്. കൺസെപ്റ്റ് ടീച്ചിങ് ഒന്നും ഇല്ല കേട്ടോ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അടുത്തത്, which of the following best describe adult learners approach to learning? adult learners എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഏതാ അഡൾട്ട് ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? അപ്പോഴേക്കും റിഫ്ലക്റ്റീവ് ലെവലിലോട്ടാ പോകുന്നത്. അവിടെ എന്താ വരുന്നത്? അബ്സ്ട്രാക്ട് തിയറീസ്. കറക്റ്റ് അല്ലേ? അബ്സ്ട്രാക്ട് തിയറീസ്. ദേ വാണ്ട് ടു ലേണിംഗ് ടു പ്രാക്ടിക്കൽ ആൻഡ് റൈറ്റ്. അതും കറക്റ്റ് ആണ്. ഇപ്പൊ ഏതാ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കണം നമ്മള്. മൂന്നാമത്തെ ഏതാ? ദേ ഓഫൺ റിക്വയർ മോർ ഗൈഡൻസ് ദാൻ അഡോളസൻസ്. അത് വേണ്ട, അതല്ലല്ലോ, മോർ ഗൈഡൻസ് വേണ്ടല്ലോ ആവശ്യം. ഓക്കെ, അതാവില്ല എന്തായാലും. ദ പ്രിഫർ റിപ്പീറ്റേറ്റീവ് റോട്ട് ലേണിംഗ്. റോട്ട് ലേണിംഗ് എന്തായിരിക്കില്ല? അത് വരില്ല, അഡൽട്ടിലോട്ട് പോയില്ലേ. അപ്പൊ ഇതിൽ ഏതൊന്നും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നത്? ബി പ്രാക്ടിക്കൽ ആൻഡ് റിലവന്റ് ടു ദെയർ ലൈഫ്. അതായിരിക്കും എന്ത് വരുന്നത്? ഓക്കെ, അതാണ് വരുന്നത് കേട്ടോ. ഈ 2Aയും Bയും വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതാണെന്ത്? ബി. ഇനി which of the following factors most directly affect the effectiveness of teaching? effectiveness ടീച്ചിങ് പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിന്റെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് ഏതാ? ടീച്ചേഴ്സ് നോളജ് ഓഫ് ടീച്ചിങ് സ്റ്റൈൽ. എന്താണ്? ടീച്ചിങ് നോളജും ടീച്ചറുടെ സ്റ്റൈലും ടീച്ചിങ് സ്റ്റൈലും എന്താണ് അഫക്ട് ചെയ്യും. ഓക്കെ, ഇനി അവൈലബിലിറ്റി ഓഫ് ടെക്സ്റ്റ് ബുക്ക്. അവൈലബിലിറ്റി ഓഫ് ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യോ? ഇല്ല. ടീച്ചർക്ക് എന്തുണ്ട്? നോളജ് ഉണ്ട് വെച്ചാൽ എന്താണ്? ടീച്ചർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാണ്ടെയും പഠിപ്പിക്കാൻ പറ്റും, ഇല്ല. സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട്, അതെന്താണ്? ഡയറക്റ്റ് ആയിട്ടല്ല വരുന്നത്. കാരണം ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും കുട്ടിയുടെ ഇൻട്രസ്റ്റ് മാറുന്നത്. ഇനി ക്ലാസ് റൂം സിറ്റിംഗ് അറേഞ്ച്മെന്റ്, അതും കുട്ടിയെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യില്ല. അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യും. അഫക്ട് ചെയ്യില്ല എന്നല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു കോൺട്രിബ്യൂട്ട് ടു എ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്?
പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ടീച്ചർ ആണോ വേണ്ടത്? അല്ലല്ലോ. സ്ട്രിക്റ്റ് ആയിരിക്കല്ലോ വേണ്ടത്, ഒരു ഡെമോക്രാറ്റിക് അല്ലേ വേണ്ടത്. സപ്പോർട്ടിങ് പിയർ ഇന്ററാക്ഷൻസ്, വെൽ ഓർഗനൈസ്ഡ് ക്ലാസ് റൂം ആൻഡ് ആക്സസ് റിസോഴ്സസ്, അത് വരാം അല്ലേ, വരാം. ഫോക്കസ് ഓൺ മെമ്മറൈസേഷൻ ആൻഡ് റീകോൾ, അത് വരില്ല അല്ലേ. കോമ്പറ്റേറ്റീവ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ, അതൊരിക്കലും വരില്ല. ഇപ്പൊ എന്താണത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. Which cognitive characteristic is most common among adolescent learners? Adolescent learnersന്റെ ഇടയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏതാ? അഡ്വാൻസ്ഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണോ, ലിമിറ്റഡ് എബിലിറ്റി ആണോ, സ്ട്രോങ് ഫോക്കസ് ഓഫ് ഇമ്മീഡിയറ്റ് നീഡ്സ് ആണോ, പ്രിഫറൻസ് ഫോർ ലോട്ട് ലേണിംഗ് ആണോ? ഇതായിരിക്കില്ല. ഏതാണ്? അഡോളസൻസ് അല്ലേ, അപ്പൊ എന്തുവരും? അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലോട്ട് പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്നുള്ളത്. ഇനി അടുത്ത ക്ലാസ് 2 ദിവസത്തിനുള്ളിൽ വരും. 1-2 തീയതി ആയിരിക്കും നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് വരണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരണം, സ്പീഡ് കുറയ്ക്കണം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടണം, എന്തെങ്കിലും ഉണ്ടെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക, പറയാം. ഓക്കെ.